നിങ്ങളാരും പോയിട്ടില്ലേ ഡി അഡിക്ഷൻ സെന്ററിൽ? എന്നെ ഡി അഡിക്ഷൻ സെന്ററിലല്ല ഉണ്ടാക്കിയത്, ആക്ച്വലി മാനസികാരോഗ്യ കേന്ദ്രത്തിലാണ് ഉണ്ടാക്കിയത് എന്നെ. ഏത് സജീറാണ്? നേരത്തെ പോലീസ് പറയുന്നത് കൊച്ചിയിൽ ഒരു ലഹരി ഇടപാട് ആ ഹോട്ടലിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. സജീറുമായിട്ട് ഷൈൻ എന്തെങ്കിലും ബന്ധമുള്ളതായിട്ട് അറിയാമായിരുന്നു? എനിക്ക് ഏത് സജീറാണെന്ന് അറിയാതെ പറയാൻ പറ്റില്ല. ഫോട്ടോ ഉണ്ടോ? ഈ സജീർ എന്ന് പറയുന്ന ഒരാൾക്ക് 20,000 രൂപ ഷൈൻ്റെ ഫോണിൽ നിന്ന് കൊടുത്തായിട്ടൊക്കെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഞാനൊരു 5,000 രൂപ വെച്ചിട്ട് തരാറില്ല. ഒന്നുമില്ല. അല്ല, നമസ്കാരം. നാടകീയ സാഹസങ്ങൾക്കും അതിരുവിട്ട പ്രതികരണങ്ങൾക്കും ഒടുവിൽ അറസ്റ്റിലായ ഷൈൻ ടോം ചാക്കോ ഒടുവിൽ ജാമ്യത്തിലിറങ്ങി. ലഹരി ഉപയോഗം ശീലമാണെന്ന് പോലീസിനോട് സമ്മതിച്ച ഷൈനു മേൽ ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത് NDPS നിയമത്തിലെ 27, 29 വകുപ്പുകളും BNS-ലെ 238 വകുപ്പുമാണ്. പക്ഷേ അറസ്റ്റിനേക്കാൾ പ്രധാനം ഷൈനിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങൾ സിനിമാ മേഖലയിലെ ലഹരി വേട്ടയ്ക്ക് പോലീസ് എങ്ങനെ പ്രയോജനപ്പെടുത്തും എന്നതാണ്. അതോ കാര്യങ്ങളെല്ലാം ഷൈനിൽ ഒതുങ്ങുമോ? എൻകൗണ്ടർ പ്രൈം പരിശോധിക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. നമ്മളോടൊപ്പം ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യാൻ ചേരുന്നത് റിട്ടയർഡ് SP ശ്രീ ജോർജ് ജോസഫ്, സംവിധായകൻ ശ്രീ ബൈജു കൊട്ടാരക്കര, നിർമ്മാതാവ് ശ്രീ സജി നന്ദിയാട്ട്, അതോടൊപ്പം തന്നെ ക്രിമിനൽ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ശാസ്തമംഗലം അജിത് കുമാർ എന്നിവരാണ്. ജോർജ് ജോസഫ് സർ, ഈ ഷൈൻ ടോം ചാക്കോ അറസ്റ്റിലായി, അതിനുശേഷം ഇപ്പോൾ സ്റ്റേഷൻ ജാമ്യത്തിൽ അദ്ദേഹത്തെ വിട്ടയച്ചിരിക്കുന്നു. ഷൈനിനെ പോലീസ് പിടികൂടിയതിലൂടെ ഈ കേസിൽ ഷൈനിനെ പൂട്ടാനുള്ള കാര്യങ്ങൾ പോലീസിന്റെ കയ്യിലുണ്ടോ? ഇത് ഇവിടെ നിന്ന് തുടങ്ങി എങ്ങോട്ടേക്കായിരിക്കും ഈ അന്വേഷണം പോവുക? ഇതുവരെ പോലീസിന് മൊഴിയായി ലഭിച്ചിട്ടുള്ളതിനപ്പുറത്ത് എന്ത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പോലീസിന് കഴിയുക? ജോർജ് ജോസഫ് സാർ, ഞാൻ ഈ കേസിനകത്ത് ടോം ചാക്കോയെ വെറുതെ വിടുമെന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം അയാളുടെ കൈവശം ലഹരി സാധനങ്ങളൊന്നുമില്ല. പിന്നെ അയാൾ ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ട് പൊള്ളാച്ചി പോയി കംപ്ലീറ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അത് നടത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം തിരിച്ച് ഇയാൾ ധൈര്യസമേതം 10:30 വിളിച്ചിട്ട് 10 മണിക്കാണ് വന്ന് നിൽക്കുക. വളരെ നല്ലൊരു കുട്ടി പോലെ വന്ന് നിൽക്കുന്നു. അപ്പം ബ്ലഡിൽ നിന്നൊന്നും എടുക്കാൻ ഒക്കില്ല. പിന്നെ പോലീസ് കേസെടുക്കാതെ ഇയാളെ വിടും എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അതുണ്ടായില്ല. അറസ്റ്റ് ചെയ്തിട്ടാണ് വിട്ടത്. അത് സെക്ഷൻ 27, 29 NDPS ആക്ട് അനുസരിച്ചാണ്. ഒരാളുടെ കൈവശത്ത് വെക്കാവുന്ന മാക്സിമം ഗ്രാം ലിക്കർ അല്ലെങ്കിൽ ലഹരി, അതാണ് ചെറിയൊരു വകുപ്പാണ് 27. 29 ഒരു കോൺസ്പിറസി അവിടെ ഉണ്ടെന്നുള്ള രീതിയിൽ രണ്ടും ബെയിലബിളാണ്. ജാമ്യം കൊടുത്തു. പക്ഷേ 27A ഇടായിരുന്നു പോലീസിന്. എന്നാലും ബെയിൽ കൊടുത്തല്ലോ. അതിനകത്ത് വേറൊരു പ്രശ്നം എന്നാണെന്നറിയോ? ഈ ഒരാളെ അറസ്റ്റ് എഫക്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ അയാളുടെ ബ്ലഡ്, അയാളുടെ ഫിംഗർ പ്രിൻ്റ്, അയാളുടെ ഹെയർ, അയാളുടെ നഖം ഇതൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അതെടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇയാളൊരു ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട ബാധ്യത പോലീസിനുണ്ട്. ചുമ്മാ ആൾക്കാർ പറഞ്ഞാൽ ഒക്കില്ല, സയൻറ്റിഫിക് ആയിട്ടുള്ള എവിഡൻസ് വേണം. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു അറസ്റ്റ് 27, 29 വെച്ചിട്ട് തിങ്കളാഴ്ച വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ കാണുന്നത് സെക്ഷൻ 27A പോലീസ് പ്രയോഗിച്ചില്ല. കാരണം ആ വേദാന്ത ഹോട്ടലിൽ അവിടെ ഒരു 20,000 രൂപ അവിടെ വെച്ച് ഇയാളുമായിട്ട് സംസാരിച്ചിട്ട് ഒരു 20,000 ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഫൈനാൻസിങ് ഇല്ലിസിറ്റ് ലിക്കർ ട്രാഫിക്കിംഗ്, അതാണ് ആ ഓഫൻസ് വരുന്നത്. അത് 20,000 രൂപയുടെ ട്രാൻസാക്ഷൻ നടത്തിയിട്ട് അതിൻ്റെ എവിഡൻസ് പോലീസ് കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സെക്ഷൻ 27A കൂടി ഇട്ടിട്ട് ഇന്ന് തന്നെ റിമാൻഡ് ചെയ്ത് പോകുമായിരുന്നു. പക്ഷേ അയാൾക്ക് ബെയിൽ കൊടുത്ത് തിങ്കളാഴ്ച വരാൻ വിട്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് വേറെ 116 BNS 56 അനുസരിച്ച് അബറ്റ്മെൻറ്റ് ഓഫ് ആൻ ഒഫൻസ് പണിഷബിൾ വിത്ത് ഇംപ്രിസ്മെൻറ്റ് അത് ചെയ്യാം. 116 കൊടുക്കാം. 120B ഒരു ഗൂഢാലോചന കൊടുക്കാം ഇതിനകത്ത്. അതൊക്കെ ഇനി വരാൻ പോകുന്ന സെക്ഷൻസ് ആണെന്ന് ഞാൻ കരുതുന്നത്. ഇപ്പോഴത്തെ അറസ്റ്റ് ഇയാളെ ഈ എവിഡൻസ് മാക്സിമം കളക്ട് ചെയ്യാനുള്ള അറസ്റ്റായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അതേസമയത്ത് ആലപ്പുഴയിലുണ്ടായ കേസ്, അവിടെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു കേസ് എടുത്തിട്ടുണ്ട്. 1.5 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് അവിടെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഷൈൻ ടോം ചാക്കോയ്ക്കും ശ്രീനാഥ് പാസിക്കും കൊടുക്കാനാണ്. അതിൻ്റെ പണം വന്നിട്ടുണ്ടെന്നുള്ള രീതിയിൽ അവർ സംസാരിച്ചിട്ടുണ്ട്. ആ പണം നേരിട്ടായിരിക്കത്തില്ല, പല അക്കൗണ്ടിൽ കൂടെ കൈമാറിയിട്ടായിരിക്കണം വന്നിരിക്കുന്നത്. കാരണം ഡ്രഗ്സ് ഡീലേഴ്സ് എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത്, ഡയറക്റ്റ് കൊടുക്കില്ല.
അപ്പോൾ അവർ പറയുന്ന സ്ഥലത്ത് അത്ര വലിയ ക്വാണ്ടിറ്റി ഈ ഹൈബ്രിഡ് കഞ്ചാവ് പറയുന്ന സ്ഥലത്ത് അവരെത്തിക്കും. അത് അവരാണ് പറയുന്ന സ്ഥലത്ത് വന്ന് കളക്ട് ചെയ്യണമെന്ന് പറയുക, കാരണം പിടിക്കപ്പെടാതിരിക്കാൻ. അങ്ങനെയാണ് ആ കണ്ണൂർക്കാരി ലേഡി ചെയ്തത്. അപ്പോൾ ആ ഒരു കേസ് പോലീസ് ഇപ്പം ടേക്ക് ഓവർ ചെയ്യണം. ഇതിനകത്ത് എന്തെങ്കിലും ആത്മാർത്ഥം ഉണ്ടെങ്കിൽ പോലീസ് അത് എക്സൈസിന് ടേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ ആ കേസിനകത്ത് അത്ര 1.5 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് വന്നിട്ടുണ്ട്, അത് സപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മണി ട്രാൻസാക്ഷൻ ഉണ്ട്. അതൊരു നല്ലൊരു കൺവിഷൻ റേറ്റാണ്. മലയാള സിനിമയിൽ നിന്ന് തീർച്ചയായിട്ടും ഈ മഹാനെ അവിടെ തൂത്ത് മാറ്റിയേ പറ്റുള്ളൂ. കാരണം കുട്ടികളെല്ലാം ഇയാളിലോട്ട് അഡിക്റ്റഡ് ആണ്. ഇയാളുടെ ചാട്ടോ മറിച്ചിലും ഓട്ടോ എല്ലാം കണ്ടിട്ട് അത് ഡ്രഗ്സ് ഞാൻ ഈ കേസിലേക്ക് ഒന്നുകൂടി ജോർജ് ജോസഫ് സാർ ചില സംശയങ്ങൾ ഉള്ളത് കൊണ്ട് ഞാൻ ഈ കേസിലേക്ക് ഒന്നുകൂടി അതിൽ ഊന്നി നിന്നുകൊണ്ട് ചില 1-2 കാര്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം, ഷൈൻ ടോം ചാക്കോ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത് താൻ മെത്താഫെറ്റാമിനും അതുപോലെ തന്നെ കഞ്ചാവും ഉപയോഗിക്കാറുണ്ട് എന്നാണ്. അതായത് ലഹരി ഉപയോഗം തൻ്റെ ശീലമാണ് എന്ന് പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ പോലീസ് അവിടെ എത്തിയപ്പോൾ, ഡാൻസ് ഓഫ് സംഘം അവിടെ എത്തിയപ്പോൾ ഇത് പോലീസാണെന്ന് അറിഞ്ഞിട്ടല്ല, ആരോ ആക്രമിക്കാൻ വന്നു എന്ന് കരുതി ഇറങ്ങി ഓടി എന്നാണ് പറയുന്നത്. പക്ഷെ കൂടെ ഉണ്ടായിരുന്ന, അതായത് ഈ കേസിലെ കൂട്ടുപ്രതി, ആ കൂട്ടുപ്രതി ഇതിനകത്ത് അഹമ്മദ് മുർഷാദ്. അപ്പോൾ അഹമ്മദ് മുർഷാദും ഈ ഷൈൻ ടോം ചാക്കോയും ആ ഹോട്ടലിൽ മുറിയെടുത്തത് ലഹരി ഉപയോഗത്തിന് വേണ്ടിയാണ് എന്നതാണ് പോലീസിന്റെ വാദം. അത് തെളിയിക്കാൻ എന്തെങ്കിലും പോലീസിന്റെ പക്കൽ ഉണ്ടാകും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ലഹരി ഉപയോഗം തന്റെ ശീലമാണ് എന്ന് സമ്മതിക്കുന്നതിലൂടെ ഈ കേസിന് സഹായകരമായ എന്തെങ്കിലും ഒന്ന് പോലീസിന് കിട്ടുമോ? മൂന്നാമതായി ജോർജ് ജോസഫ് സാർ ഒരു കാര്യം കൂടി, ഈ സെറ്റുകളിൽ തനിക്ക് ലഹരി എത്തിച്ചു കൊടുക്കുന്നത് അസിസ്റ്റന്റുമാരാണ് എന്നുകൂടി ഈ പോലീസിന് കൊടുത്ത മൊഴിയിൽ ഷൈൻ പറഞ്ഞിട്ടുണ്ട്. ഈ 3 കാര്യങ്ങളും ഈ കേസിൽ പോലീസിനെ സംബന്ധിച്ച് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ്? തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ് ആ 3 കാര്യങ്ങളും. കാരണം ഞാൻ ഈ സൂത്രവാക്യം എന്ന സിനിമയിൽ അതിൻ്റെ ലൊക്കേഷൻ വെച്ചാണ് ഈ സംഭവം വിൻസി അലോഷ്യസ് പറയുന്നത്. അന്നേരമാണ് അവിടെ ഒരു കൊക്കൈന് അല്ലെങ്കിൽ ഒരു ലഹരി ഉപയോഗിച്ചു എന്നുള്ളൊരു വാർത്ത വരുന്നത്. ഞാൻ അവർ പരാതി കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ അത് പ്രസക്തമല്ല ഇവിടെ. ആ ലൊക്കേഷനിൽ വെച്ച് അവർ പറയുന്നുണ്ട് ഒരു വെള്ളപ്പൊടി വായിലോട്ട് ഇട്ടിട്ട് പിന്നീട് അത് തുപ്പിയെന്ന്. അപ്പോൾ അയാൾ ഡ്രഗ്സ് ഉപയോഗിക്കുന്നതിനാണ്, ഡ്രഗ്സ് ഉപയോഗിച്ചു, ലൊക്കേഷനിൽ ഉപയോഗിച്ചു എന്ന് ക്ലിയറായി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയണേ, ആ സൂത്രവാക്യത്തിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് അവിടുത്തെ SHO സോമോട്ടോ ആയിട്ട് ഒരു കേസ് എടുക്കണം. വിൻസി അലോഷ്യസിൻ്റെ കേസല്ല. അവർക്ക് ആ കേസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി മൊഴി കൊടുത്ത് കേസെടുക്കാം. അല്ലാതെ അവിടെ ഇവിടെയും പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് അതിനകത്ത് കേസെടുക്കേണ്ട ഒരു ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവിടെ വെച്ചൊരു ഈ 27A അനുസരിച്ചുള്ള ഒരു സംഭവം അവിടെ നടന്നിരിക്കുന്നു. കാരണം ആ ഹോട്ടലിലെ 2 ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളും അത് സപ്ലൈ ചെയ്യുന്ന ആളും ഉണ്ട്. അപ്പോൾ 20,000 രൂപയുടെ ട്രാൻസാക്ഷൻ്റെ എവിഡൻസ് അത് ഷൈൻ ടോം ചാക്കോയുടെ അക്കൗണ്ടിൽ നിന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കാരണം മണി അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് 27A വകുപ്പിൽ വരുന്നതാണ്. ഇല്ലിസിറ്റ് ട്രാഫിക്കിന് ഫൈനാൻസ് ചെയ്തിരിക്കുന്നത്. ഇത് കുറ്റകരമാണ്. 10 വർഷത്തോട്ട് പോകും. 2020 അതിലേക്ക് പോലീസ് വരണം. അതിലേക്ക് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അത് ഇല്ലാതെയാണ് ഇപ്പം കൊടുത്തത്. തിങ്കളാഴ്ച വരാൻ പറഞ്ഞിട്ടുണ്ട്. 27A ഇട്ട് കഴിഞ്ഞാൽ ഇയാൾ ഓട്ടോമാറ്റിക്കായിട്ട് അറസ്റ്റിലോട്ട് പോകും. നമുക്ക് ഇയാളെ മലയാള സിനിമയിൽ നിന്ന് തൂത്ത് മാറ്റിയേ പറ്റുള്ളൂ. കാരണം കുട്ടികളെല്ലാം ഇയാളുടെ പുറകെ പോകുന്നുണ്ട്. ഇയാളെപ്പോലെ ഒരു നടനാകണമെന്നെങ്കിൽ ഡ്രഗ്സ് അടിക്കണമെന്നും ഡ്രഗ്സ് നല്ല മെത്താഫൈനും ഇതൊക്കെ കഴിക്കണമെന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന കുട്ടികളാണ്. അങ്ങനെ ആ ഒരു സിനിമയിലെ ഇപ്പം ഇയാൾ കുറേ സിനിമയിൽ വന്നു കഴിഞ്ഞപ്പം ഇയാളുടെ ചാട്ടോ ഓട്ടോ മറിച്ചും ഒക്കെ കണ്ട് കഴിഞ്ഞപ്പം കുട്ടികൾ അഡിക്റ്റഡ് ആയിട്ടുണ്ട് ഇയാളിലോട്ട്. അത് ഡ്രഗ്സ് പോലെ തന്നെ അഡിക്റ്റഡ് ആയിട്ടുണ്ട്. അത് തന്നെയല്ല, ഇയാൾ അവിടുന്ന് വേദാന്ത ഹോട്ടലിൻ്റെ മുകളിൽ നിന്ന് എടുത്ത് ചാടി ഓടി കണ്ടപ്പം ഇയാൾ ഡ്രഗ്സ് അടിച്ചിരുന്നു എന്ന് യാതൊരു സംശയമില്ല. നമ്മൾ 2 പേരും അടിച്ചായിരുന്നെങ്കിൽ തന്നെ നമുക്ക് ആ ഒരു പ്രതീതിയാണ് തോന്നുന്നത്. നമ്മളെ കൊല്ലാൻ ആളോ വരുന്നു, ഒരാൾ ഗുണ്ടകൾ എത്തിയിരിക്കുന്നു. ഇതൊക്കെ ചുമ്മാ ഡ്രഗ്സ് അടിക്കുന്നവർക്ക് തോന്നുന്ന കാര്യം തന്നെ തോന്നി ഇവിടെ ഷൈൻ ടോം ചാക്കോയ്ക്ക്. അയാൾ അവിടുന്ന് ചാടി ഇറങ്ങി ഓടി. 40ാം നിലയിലാണെങ്കിലും ശരി അയാൾ അവിടുന്ന് താഴെ വീണേനെ. കാരണം നമ്മൾ ഈ ഡ്രഗ്സ് അടിക്കുന്നവരുടെ ചിന്ത എങ്ങനെയാണ് പോകുന്നത്, അവരുടെ ആ മനസ്സ് അങ്ങനെയാണ് സഞ്ചരിക്കുന്നത്. ഭയം, ഭീതി, മറ്റൊരു കൊല്ലാൻ വരുന്നു, അതൊക്കെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അത് ഇയാൾ സ്റ്റേറ്റ്മെൻറ്റ് പറയുകയും ചെയ്തല്ലോ. അപ്പോൾ ഡ്രഗ്സ് അപ്പം അടിച്ചിരുന്നുകൊണ്ട് അയാൾ അവിടുന്ന് ഓടി രക്ഷപ്പെട്ട് പോലീസിൻ്റെ പിടി പോകാതെ അവിടുന്ന് ചാടി ഇറങ്ങി ഓടി ബൈക്കിൽ കയറി നേരെ ബോൾഗാട്ടി പാലസിലാണ് പോയത്. 6 5 സ്റ്റാർ ഹോട്ടലിൽ ഇയാൾ മാറി മാറി താമസിക്കുകയാണ്. ഡ്രഗ്സ് ഡീലിങ്സ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് പോലീസ് അതിശക്തമായ നടപടിയിലോട്ട് വരണം. ഇപ്പോൾ തൽക്കാലം ഒരു അറസ്റ്റ് ചെയ്ത് ഇദ്ദേഹത്തിൻ്റെ ബ്ലഡും
അതുപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റും ഹെയറും നഖവും ഒക്കെ എടുക്കാനായിട്ട് ഒരു അറസ്റ്റ് ഇല്ലെങ്കിൽ നടക്കില്ല. അത് നടന്നിട്ടുണ്ട്. അപ്പോൾ അത് ശേഖരിച്ചിട്ടുണ്ട്. ഇയാളൊരു അഡിക്റ്റാണ് ഇയാൾ എന്ന് സ്ഥാപിക്കണമെങ്കിൽ പോലീസിന് ഈ എവിഡൻസ് കോടതിയിൽ ഹാജരാക്കണം. അത് ഇനിയിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇയാൾ അഡ്മിറ്റ് ചെയ്താൽ പറഞ്ഞിട്ട് കാര്യമില്ല, അത് സയന്റിഫിക് ആയിട്ട് പോലീസ് ഇപ്പോൾ തെളിയിക്കും. ശരി ജോർജ് ജോസഫ് സാർ, ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്കറിയാമല്ലോ. ഇപ്പോൾ ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ലഹരി ഉപയോഗത്തിന്റെ കാര്യത്തിൽ പരിശോധനകൾ നടക്കുന്ന കാര്യത്തിൽ പല സമയത്ത് എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർ പോലും ചില കാര്യങ്ങളിൽ കോംപ്രമൈസ് ചെയ്യുന്നു എന്ന ആക്ഷേപം ഉണ്ടായിട്ടുണ്ട്. 2021 ഏതാണ്ട് 3-4 വർഷങ്ങൾക്ക് മുൻപ് ഡാൻസാഫ് തന്നെ നിർവീര്യമാക്കുന്ന ഒരു ഘട്ടം ഉണ്ടായിട്ടുണ്ട്. താങ്കൾക്കറിയാം. കാരണം എല്ലാവരുമല്ല ഞാൻ പറയുന്നത്, ചില പോലീസ് ഉദ്യോഗസ്ഥരെങ്കിലും ഈ ലഹരി മാഫിയയുടെ അല്ലെങ്കിൽ ലഹരി വ്യാപാരം നടത്തുന്നവരുടെ ഇടനിലക്കാരുടെയൊക്കെ കണ്ണികളായി, അല്ലെങ്കിൽ അവരിൽ നിന്ന് കമ്മീഷൻ പറ്റുന്നവരൊക്കെ ആയി കണ്ട് അവരും ഈ കച്ചവടത്തിന്റെ ഭാഗമാകുന്നു എന്നൊക്കെ ആക്ഷേപം ഉണ്ടാവുകയും ഡാൻസാഫിന്റെ പ്രവർത്തനം ഒരു ഘട്ടത്തിൽ നിർവീര്യമാക്കുകയൊക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ്. പലപ്പോഴും സിനിമാ മേഖലയിൽ തൊട്ടില്ല പിടിച്ചില്ല എന്നിവരെ എത്തി അവിടെ നിന്ന് പിൻവാങ്ങുന്നതാണ് കാണുന്നത്. ഇപ്പൊ കൊക്കൈൻ കേസിൽ ഷൈൻ ടോം ചാക്കോ ഇറങ്ങി വന്നപ്പോൾ കോടതി നടത്തിയ വിമർശനങ്ങൾ, നിരീക്ഷണങ്ങൾ താങ്കളുടെ ഓർമ്മയിൽ ഉണ്ടാകുമല്ലോ. പ്രോസിക്യൂഷൻ എത്ര ദുർബലമായിട്ടാണ് ആ കേസ് കൈകാര്യം ചെയ്തതെന്ന്. ഇവിടെ താങ്കൾ പറഞ്ഞതുപോലെ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ഭാഗം വന്നിട്ടുണ്ട്. അതായത് ഷൈൻ ടോം ചാക്കോ അടക്കമുള്ളവരിലേക്ക് ലഹരി മരുന്ന് എത്തുന്നതിന്റെ അതിന്റെ വ്യാപാരത്തിന്റെ കണ്ണികൾ ആരൊക്കെയാണ് എന്നതിലേക്ക് ചില വിവരങ്ങൾ ഷൈൻ നൽകിയിട്ടുണ്ട്. അതിലൊന്ന് അസിസ്റ്റന്റുമാരാണ് ഇത് എത്തിക്കുന്നതെന്നാണ്. 2 ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായ തസ്ലീമയുമായിട്ടുള്ള നിരന്തരമായ ഫോൺ സംഭാഷണവും ആ ബന്ധവും, പിന്നെ 3ാമത് ഇതിലെ കണ്ണികൾ എന്ന് പോലീസ് പരിശോധിക്കുന്നവരുമായിട്ടുള്ള സജീറുമായിട്ടുള്ള അടുപ്പം, പിന്നെ ഒറ്റ രാത്രി കൊണ്ട് 20,000 രൂപയുടെ ട്രാൻസാക്ഷൻ നടന്നു എന്നുള്ള സംശയം. ഇങ്ങനെ പോലീസിന് തുടരന്വേഷണത്തിലേക്ക് എത്താവുന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ ഈ മൊഴിയിൽ നിന്ന് വീണ് കിട്ടിയിട്ടുണ്ട്. എന്തെങ്കിലും കാര്യം ഉണ്ടാകുമോ സർ ഈ കാര്യത്തിൽ? ഉണ്ടാകും തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം ഗവൺമെൻറ് ആ രീതിയിൽ അത് ശക്തമായി ഇതിന് നടപടിയെടുക്കാനായിട്ട് തുനിഞ്ഞിട്ടുണ്ടെന്ന് ഇതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു അറസ്റ്റ് നടക്കില്ല. കാരണം അറസ്റ്റ് ഇല്ലാതെ അയാളെ വിടും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. അറസ്റ്റ് നടന്നപ്പോൾ ലീഗലായിട്ട് അറസ്റ്റ് നടത്തുക, അയാളൊരു ഡ്രഗ് അഡിക്റ്റ് ആണെന്നുള്ളതിന് എവിഡൻസ് അയാളുടെ നഖവും അയാളുടെ ഹെയറും ഒക്കെ എടുത്തിരിക്കുന്നല്ലോ. അപ്പോൾ അതിനുവേണ്ടി തന്നെ ബ്ലഡ് എടുത്തിട്ടുണ്ട്. ബ്ലഡിനകത്തൊന്നും കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ശക്തമായ നടപടിയിലേക്ക് പോകാനാണ് സാധ്യത. അങ്ങനെ സർക്കാരിന് ആഗ്രഹം ഉണ്ടെങ്കിലാണ് ആലപ്പുഴ കേസ്, ഡ്രഗ്സിൻ്റെ 1.5 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവിൻ്റെ കേസൂടെ പോലീസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതിന് നിയമ തടസ്സങ്ങളൊന്നുമില്ല. ഇതെല്ലാം പോലീസ് ചെയ്യേണ്ട പണിക്ക് വേണ്ടിയിട്ടാണ് സ്പെഷ്യലായിട്ട് ഓരോ ഏജൻസി ഉണ്ടാക്കിയതേ ഉള്ളൂ. അതുകൊണ്ട് എപ്പം വേണമെങ്കിലും അത് ടേക്ക് ഓവർ ചെയ്യാം പോലീസിന്. അതുകൊണ്ട് ആ കേസൂടെ ടേക്ക് ഓവർ ചെയ്തിട്ട് ഇയാളെ തീർച്ചയായിട്ടും അതോടുകൂടി അതിനകത്തുള്ള എമൗണ്ട് എവിടെ വന്നു, ഇയാൾ എങ്ങനെയാണ് എല്ലാ സിനിമയിൽ വരുന്നത് എനിക്ക് സംശയമുണ്ട്. കാരണം സിനിമയിൽ ഇയാൾ അഭിനയിപ്പിക്കുന്നത് അതിൻ്റെ പണം തികയാതെ വരുമ്പം മിക്കവാറും എല്ലാ സിനിമാ പ്രൊഡ്യൂസേഴ്സിനും അവരെ ഡയറക്ടർക്ക് ഒരു ശ്രമം ചെയ്യണം ചെറിയ എമൗണ്ടിൽ. അന്നേരം ഇയാൾ വരികയും ഇയാൾ ചിലപ്പോൾ ഫ്രീ ആയിട്ട് അഭിനയിക്കും. പക്ഷേ ഇയാൾ അതിനെ ഫൈനാൻസ് ചെയ്യുന്നത് ഡ്രഗ്സിൻ്റെ പൈസ ആകാനാണ് സാധ്യത. 400ഓളം സിനിമകൾ ഇപ്പം പെട്ടിക്കകത്തിരിക്കുന്നതെന്ന് ബൈജു കൊട്ടാരക്കര കഴിഞ്ഞ ദിവസം പറഞ്ഞു. 400 സിനിമയോളം ഇരിപ്പുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ വന്ന് ചാടി ഇൻകംപ്ലീറ്റ് ആയിട്ട് ഇനി 2 സിനിമ ഇയാളുടെ ഇൻകംപ്ലീറ്റ് ആകാനുണ്ട്. അതുപോലെ തന്നെയല്ല, ഇയാൾ 2015 ആ 4 പെൺകുട്ടികൾ ഇയാളെ പിടിച്ച കേസ്, അതിനകത്ത് പോലീസിന് വൻ വീഴ്ച പറ്റിയിട്ടുണ്ട്. അതിനകത്ത് എക്സ്പീരിയൻസ് ഉള്ള പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നില്ല ആ കേസിൻ്റെ കുറ്റച്ചാർജ് കൊടുത്തത്. കാരണം അതിനകത്ത് മാൻഡേറ്ററി ആയിട്ട് ഒരു ഗസറ്റഡ് ഓഫീസർ വേണം. അതുണ്ട്, അതിനകത്തൊരു ഗസറ്റഡ് ഓഫീസർ. പക്ഷേ ഒരു ഫീമെയിലിനെ അറസ്റ്റ് ചെയ്തപ്പം ഫീമെയിലെ ഗസറ്റഡ് ഓഫീസർ ഇല്ല എന്നുള്ള ഒരു ടെക്നിക്കൽ ഘട്ടം അതിനകത്ത് വലിയ പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് ഹൈക്കോടതിക്ക് അത് അപ്പീൽ പോകുമ്പം ഒരു ഗസറ്റഡ് ഓഫീസർ വേണം, ഫീമെയിലിന് എല്ലായിടത്തും ഫീമെയിൽ വേണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യം വല്ലതുമാണ് ഇന്ത്യയിൽ. അപ്പോൾ അതുകൊണ്ട് അത് കോടതിയിലോട്ട് പറഞ്ഞ് മോചിതമാക്കി കൊടുക്കേണ്ട കാര്യമാണ്. പക്ഷേ ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ സ്റ്റേറ്റ്മെൻറ്റ് കോൺട്രഡിക്ടറി വന്നു. പക്ഷേ ഈ 4 കയ്യിൽ നിന്ന് ഡ്രഗ്സ് എടുത്തു എന്ന് യാതൊരു സംശയമില്ല. ശരി, അഡ്വക്കേറ്റ് ശാസ്ത്രജ്ഞൻ അജിത് കുമാർ സാറിലേക്ക് ഒന്ന് പോയിട്ട് വരാം. അജിത് കുമാർ സാർ, ഇപ്പോൾ 24 മണിക്കൂറാകുന്നു നമ്മൾ ഇതേ വിഷയം ചർച്ച ചെയ്തിട്ട്. കഴിഞ്ഞ ദിവസം രാത്രി ഇതേ വിഷയം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളിത് ചർച്ച ചെയ്തപ്പോൾ താങ്കൾ പറഞ്ഞത് ഈ കേസ് എവിടെയും എത്താൻ പാകത്തിലൊന്നുമില്ല. ഇപ്പോൾ ഷൈൻ ടോം ചാക്കോ ഡാൻസ് ഓഫ് സംഘം എത്തുന്നതിന് മുമ്പ് അവിടെ നിന്ന് ഇറങ്ങി ഓടിയത്, അത് അയാൾക്ക് ഓടാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ ടെലിഫോണിൽ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ ആളുകളുമായി ഫോണിൽ വിളിക്കുന്നത് ഒരു കുറ്റകൃത്യമല്ല. അങ്ങനെ നോക്കുമ്പോൾ ഷൈനിനെ പിടിക്കാനോ അറസ്റ്റ് ചെയ്യാനോ നിയമത്തിന് മുന്നിൽ നിയമത്ത് വഴി ശിക്ഷിക്കാനോ ഉള്ള ഒന്നും താങ്കൾ കഴിഞ്ഞ ദിവസം ഈ കേസിൽ കണ്ടിരുന്നില്ല. ഇന്ന് 24 മണിക്കൂറിന് ശേഷം ഈ സംഭവ വികാസങ്ങൾ പരിശോധിക്കുമ്പോൾ, അതായത് ഷൈൻ ടോം ചാക്കോ അറസ്റ്റിലാകുന്നു,
അയാൾ ലഹരി ഉപയോഗം നടത്തുന്നുണ്ട് എന്ന് പോലീസിനോട് സമ്മതിച്ചിരിക്കുന്നു. അതിന് പുറമെ ഈ ലഹരി വ്യാപാരം എങ്ങനെയാണ് നടക്കുന്നത് എന്നത് മൊഴിയിലൂടെ പറഞ്ഞിരിക്കുന്നു. ഈ സാഹചര്യത്തിലും അജിത് കുമാർ സാർ, താങ്കൾ പറയുമോ ഷൈനിന് എളുപ്പത്തിൽ ഊരിപ്പോരാൻ കഴിയും എന്ന്? ഈ കേസ് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുക. കാരണം ഇന്നലെ ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് 20,000 രൂപയുടെ ട്രാൻസാക്ഷൻ്റെ കാര്യമൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ ഫ്രഷായിട്ട് വെളിച്ചത്ത് വന്നൊരു സംഭവമാണ്. 20,000 രൂപയ്ക്ക് ഒരു ഡ്രഗ് മണിക്കുള്ള ട്രാൻസാക്ഷൻ ആണെന്ന് പോലീസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ വരികയും അത് കിട്ടിയ ഒരാളെ ട്രേസ് ചെയ്യുകയും ചെയ്യും. പോലീസ് ചെയ്യാതിരിക്കത്തില്ല, ചെയ്യും. കാരണം അത് വളരെ എളുപ്പമാണ്. ഒരു ഏത് അക്കൗണ്ടിലോട്ടാണ് പോയത്, ആരാ അതിൻ്റെ ആൾ, അതിൻ്റെ അക്കൗണ്ട് ഹോൾഡർ എവിടെ നിന്ന് ആ പൈസ വിഡ്രോ ചെയ്തിട്ടുള്ളൂ, ആ പൈസ എങ്ങോട്ട് പോയി, ഇതൊക്കെ വളരെ എളുപ്പം പോലീസിന് കണ്ടുപിടിക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് കണ്ടുപിടിക്കുകയും അയാൾ അറസ്റ്റിലാവുകയും അയാളുടെ കൺഫെഷൻ വെച്ചിട്ട് ഇദ്ദേഹം ഇതിന് വേണ്ടി ഡ്രഗിന് വേണ്ടിയിട്ടാണ് ഈ പൈസ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ സെക്ഷൻ 29 കൂടെ വരും. വേറെ കൂട്ടുപ്രതി ഇതിനകത്ത് വരും. കൂട്ടുപ്രതി കഴിഞ്ഞാൽ ഈ കേസിൻ്റെ നേച്ചർ മാറും. ഇപ്പോഴത്തെ ഈ അറസ്റ്റ് നിൽക്കത്തില്ല, ഇതിൻ്റെ സിറ്റുവേഷൻ മാറും. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് വരുന്ന ആളൊരു കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി ആയിട്ട് പിടിക്കപ്പെടുകയാണെങ്കിൽ വളരെ മോശമായ ഒരു സാഹചര്യത്തിലേക്ക് പോകും. ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ബി ആൻ ഈസി കേസ്. പോലീസിൻ്റെ ഇപ്പോഴത്തെ കറക്റ്റ് സ്റ്റെപ്പാണ്. അവർ മനഃപൂർവ്വമാണ് സെക്ഷൻ 29 27 ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാതെ മനഃപൂർവ്വം ചെയ്തത്. അത് ഇപ്പോൾ അയാൾ അറസ്റ്റ് ചെയ്തത് മനഃപൂർവ്വം. ഇന്നലെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു അറസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ നേരത്തെ ജോർജ് ജോസഫ് പറഞ്ഞ പോലെ സാമ്പിൾസ് എടുക്കാൻ പറ്റൂ. പക്ഷേ സാമ്പിൾസൊക്കെ നെഗറ്റീവ് ആകാനാണ് വഴി. നഖത്തിൽ നിന്നും ബ്ലഡിൽ നിന്നും ഹെയറിൽ നിന്നും കിട്ടത്തില്ല. കാരണം അതൊക്കെ വാഷ് ഔട്ടായി പോയിട്ടുണ്ടോ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ. അപ്പോൾ അതുകൊണ്ട് ടിൽ എസ്റ്റർഡേ ഈയിടെ വെരി ഗുഡ് എക്സ്പ്ലനേഷൻ. പക്ഷേ ഈ 20,000 രൂപയുടെ ട്രാൻസാക്ഷൻ അത് വളരെ കോംപ്ലിക്കേറ്റഡ് ഒരു ഇഷ്യൂ ആണ്. അതിന് വളരെ സുന്ദരമായ ഒരു എക്സ്പ്ലനേഷൻ കണ്ടുപിടിക്കുകയും വളരെ പ്ലോസിബിളായിട്ട് കോടതിയിൽ നമുക്കത് പറയാൻ പറ്റുന്ന ഒരു എക്സ്പ്ലനേഷൻ കണ്ടുപിടിക്കേണ്ട ഒരു ബാധിക പ്രതി എന്നുള്ളതിൽ ഇദ്ദേഹത്തിന് വരുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ട്രാൻസാക്ഷൻ നമുക്ക് കുരുക്കാവും. അതാണ് എനിക്ക് പറയാനുള്ളത്. അജിത് കുമാർ സാർ, അപ്പോൾ ഇതിനകത്ത് താങ്കൾ ഇന്നലെ പറഞ്ഞതുപോലെ ഒരു പോയിന്റ് അപ്പോഴും കിടക്കുന്നില്ലേ? അതായത് ഇപ്പോൾ ഈ പരിശോധനയ്ക്ക് അയച്ചിട്ടുള്ള മുടിയാണെങ്കിലും നഖമാണെങ്കിലും രക്തമാണെങ്കിലും ഒക്കെ ഒരുപക്ഷെ അതിൽ നിന്നൊന്നും ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നതിനൊന്നും തെളിവ് ചിലപ്പോൾ കണ്ടെത്താൻ പറ്റിയെന്ന് വരില്ല. ഈ 20,000 രൂപയുടെ ട്രാൻസാക്ഷനും ഒരുപക്ഷെ നേരിട്ട് ഒരു ഡ്രഗ് ഡീലറുമായിട്ട് നടത്തിയിട്ടുള്ളതാകണമെന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഈ പോലീസിന് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം ഇപ്പോൾ കുറേ കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഷൈൻ ഏതൊക്കെ സെറ്റുകളിൽ പോയിട്ടുണ്ട്, യാത്ര നടത്തിയ കാര്യങ്ങൾ, പുറത്തേക്ക് പോയ സന്ദർഭങ്ങൾ, ഏതൊക്കെ ഹോട്ടലുകളിൽ താമസിച്ചിട്ടുണ്ട്, ഈ കാര്യങ്ങൾ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഇതൊക്കെ പരിശോധിക്കുമ്പോഴും ഡ്രഗ് ഉപയോഗിച്ചു എന്നുള്ളതിനും ഡ്രഗ് കൈമാറ്റം ചെയ്യാൻ വേണ്ടി നിന്നു എന്നതിനും പ്രേരണ നടത്തി എന്നുമൊക്കെയുള്ള ഈ ചുമത്തപ്പെട്ട വകുപ്പുകൾ സ്ഥാപിക്കുക കോടതിയിൽ എന്നത് അത്ര എളുപ്പമായിരിക്കുമോ? അതായിരുന്നു സാർ എൻ്റെ ചോദ്യം, ടു ബി വെരി സ്പെസിഫിക്. അല്ല, ഇത് വിചാരിക്കുന്ന അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു പ്രതി ഇപ്പോൾ പോലീസിന് കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു ഡ്രഗ് എൻഫോഴ്സ്മെൻറ്റ് ഓഫീസർ കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റോ പ്രൈമ ഫേസി കോർട്ടിൽ അഡ്മിസിബിൾ ആയിരിക്കത്തില്ല. അത് ശരിയാണ്. പക്ഷേ അതേസമയം അതൊരു വളരെ സീരിയസ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ടൂളാണ്. അതിന് വേണ്ടിയിട്ടാണ് അവരെ ക്വസ്റ്റ്യൻ ചെയ്ത് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നത്. ആ സ്റ്റേറ്റ്മെൻറ്റ് ഒരുപാട് കാര്യത്തിലേക്ക് ലീഡ് ചെയ്യും. ഇപ്പോൾ ഈ 20,000 രൂപയുടെ ഇതെന്തിനു വേണ്ടി കൊടുത്തു, ഇത് ആരുടെ കയ്യിൽ ഈ രൂപ പോയി, ഈ രൂപയുടെ പോലെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡ്രഗ് ട്രാൻസ്ഫർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ വളരെ ഓബ്വിയസ് അല്ലേ. ഇത്രയും കാര്യം തെളിയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ലയബിലിറ്റി ഇപ്പുറത്തോട്ട് വരികയല്ലേ, നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു ലയബിലിറ്റി വരികയല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കേസ് കുറച്ചുകൂടെ കോംപ്ലക്സ് ആയി. നോട്ട് ലൈക്ക് യെസ്റ്റർഡേ. ടുഡേ ഒരു സ്റ്റെപ്പ് എഹെഡാണ്. ഒരു പുതിയ വാതിൽ ഈ കേസിൽ തുറന്നിട്ടുണ്ട്, നോ ഡൗട്ട്. കൂടുതൽ അക്യൂസ് ഈ കേസിനകത്ത് വരും, കൂടുതൽ ആൾക്കാരുമായിട്ടൊക്കെ ലിങ്ക് വരും. ലെറ്റസ് സീ, നമുക്കത് കഴിഞ്ഞിട്ട് കാണാം. അതുകൊണ്ട് മനഃപൂർവ്വം തന്നെയാണ് ഞാൻ നേരത്തെ ഓക്കെ ഞാൻ പറഞ്ഞല്ലോ, മനഃപൂർവ്വം തന്നെയാണ് അഡീഷണൽ സെക്ഷൻ ഇടാതെ പോയിരിക്കുന്നത്. കാരണം അതിൻ്റെ ടൈം വരട്ടെ, വിൽ ഡു ഇറ്റ്. അതിന് വേണ്ടിയിട്ട് അവരങ്ങനെ ചെയ്തിരിക്കുന്നത്. അല്ല, അവർ മനഃപൂർവ്വമാണ് അഡീഷണൽ സെക്ഷൻസ്. ജോർജ് ജോസ് സാർ പറഞ്ഞില്ലേ, അത് പറഞ്ഞ ഒരു അഡീഷണൽ സെക്ഷൻസ് പോലീസ് ഇടാതെ പോയിട്ടുള്ളൂ. നോട്ട് ബിക്കോസ് അവർ സ്റ്റുപ്പിഡ് ആയതുകൊണ്ടല്ല, അവർ വളരെ ഇൻ്റലിജൻ്റ് ആയതുകൊണ്ട്. അവർ മനഃപൂർവ്വം അവരതിൻ്റെ ടൈം വന്നിട്ടില്ല. അതിനകത്ത് ഇനിയിപ്പോൾ കൂടുതൽ അറസ്റ്റ് വരും, കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വരും, കൂടുതൽ മണി റിക്കവറീസ് വരും. എവിടെന്നെങ്കിലും ഡ്രഗിൻ്റെ സോഴ്സ് വരും. എവിടെന്നെങ്കിലും അവർക്ക് ഡ്രഗ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഫിസിക്കൽ എവിഡൻസ് ആവും. ഇതൊക്കെ ഫിസിക്കൽ എവിഡൻസ് ആയിക്കഴിഞ്ഞാൽ മറ്റേ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ അവർക്കൊരു ഇമ്പോർട്ടൻറ്റ് ഇൻവെസ്റ്റിഗേറ്റീവ് ടൂളല്ലേ. ദേ ക്യാൻ ഡെഫിനറ്റ്ലി റിലേ ദാറ്റ്. ഇത് കോടതിയിൽ ഒരുത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ, ബിക്കോസ് ഇറ്റ് ഇസ് എ പോലീസ് കൺഫെഷൻ. പക്ഷേ അതൊരു ഷുവർ ആൻഡ് ടെസ്റ്റഡ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ടൂളാണ്. അത് കൂടുതൽ കുഴപ്പത്തിലോട്ട് പോകും. കൂടുതൽ സെക്ഷൻസ് ഇതിനകത്തോട്ട് വരും. വന്നു കഴിയുമ്പോഴത്തേക്ക് ഇറ്റ് വിൽ ബിക്കം എ ബിഗർ കേസ്. ആൻഡ് ഒരുപാട് ആൾക്കാർ കൂടുതൽ ആൾക്കാർ ഇത് പ്രതിവർഗത്തിലോട്ട് വരാനായിട്ടുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഈ ഒരു ദിവസം കൊണ്ട് ഇതിനകത്ത് ഒരു പുതിയ വാതിലുകൾ തുറന്നു, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. അതെന്താണെന്നുള്ളത് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ പറയാൻ പറ്റത്തുള്ളൂ. ഞാൻ എൻ്റെ ഊഹം കൊണ്ട് പറയുന്നു, അത്രേ ഉള്ളൂ. ശ്രീ സജി നന്ദ്യാട്ട്, ഇവിടെ ഒരു റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥനും ഒരു ക്രിമിനൽ അഭിഭാഷകനും രണ്ടുപേരും ഇതുവരെ സംസാരിച്ചു. അവർ രണ്ടുപേരും പറയുന്നത് ഈ കേസ് ഇപ്പോൾ കൂടുതൽ സങ്കീർണമായിരിക്കുന്നു.
ഈ കേസ് ഇന്നലത്തെ അവസ്ഥയിലല്ല ഇന്ന് നിൽക്കുന്നത്. ഷൈൻ ടോം ചാക്കോയുടെ കേസ് ഈ ഒരൊറ്റ കേസായി ഒതുങ്ങാൻ സാധ്യതയില്ല. അത് കൂടുതൽ ആളുകളിലേക്കുള്ള അന്വേഷണമായി മാറാൻ പോകുന്നു എന്നതാണ്. സ്വാഭാവികമായും അത് സിനിമാ മേഖലയെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്ന ഒന്നായി മാറാൻ പോകുന്നു. കാരണം ഇതിലെ ഇടനിലക്കാർ, ഇതിലെ ലഹരി വ്യാപാരികൾ, എത്തിച്ചു കൊടുക്കുന്ന ഇടനിലക്കാർ, ഇതൊക്കെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ തന്നെയാകാം എന്നതിന്റെ സൂചന ഷൈൻ ടോം ചാക്കോയുടെ മൊഴിയിലുണ്ട്. നിർമ്മാതാക്കൾ, താങ്കൾ അടക്കമുള്ളവർ, ഈ സംഘടന പൂർണ്ണമായും ലൊക്കേഷനുകളിൽ കർശനമായ റെയ്ഡും പരിശോധനയും വേണം എന്നാവശ്യപ്പെടാൻ ഒരുക്കമാണ്. അല്ല ഗോപികൃഷ്ണനെ, അത് എന്നെ ഞങ്ങളുടെ പ്രൊഡ്യൂസർ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി രാകേഷും ഞങ്ങളുടെ സംഘടനകളും ഒക്കെ ഗവൺമെൻറ്റിനോടും പോലീസ് ഉദ്യോഗസ്ഥരോടും എക്സൈസ് കമ്മീഷണറോടും ആവശ്യപ്പെട്ട് കഴിഞ്ഞതാണ്. അപ്പോൾ ഇത് വനരോധനമായി മാറാതിരിക്കട്ടെ. ഇവിടെ ഒരു ഷൈൻ ടോം ചാക്കോയ്ക്കോ മറ്റ് പലർക്കും വേണ്ടി മാത്രമല്ലായിരിക്കും ഈ കണ്ണികൾ പ്രവർത്തിച്ചിരിക്കുക. സിനിമാക്കാർക്ക് മാത്രമായിരിക്കില്ല, അത് മനസ്സിലാക്കണം. ഇത് സിനിമാക്കാർക്ക് മാത്രമാണ് ഡ്രഗ് എത്തിക്കുന്നതാണോ നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നത്? കേരളത്തിൽ ഈ പഞ്ചാബിലെ ടോട്ടൽ കേസ് എടുത്താൽ എറണാകുളത്ത് ഏറ്റവും കൂടുതൽ ഈ ഡ്രഗ് ഒഴുകുന്ന നഗരമായി മാറിയിട്ടുണ്ട്. സിനിമാക്കാർ മാത്രമല്ല, ഞാനിതിനെ ഒരു സിനിമാ സംഘടനകളുടെ ഭാഗമായി അല്ല സംസാരിക്കുന്നത്. ഒരു സാമൂഹ്യ പശ്ചാത്തലം ഇതിന് പറയുന്നുണ്ട്. ഒരു ഷൈൻ ടോം ചാക്കോ മാത്രമല്ല സിനിമയിലുള്ളത്, അല്ലെങ്കിൽ സിനിമയിലുള്ളവർക്ക് മാത്രമല്ല ഇങ്ങനെയുള്ള ഡ്രഗ് അഡിക്ഷൻ ഉള്ളത്. നമ്മൾ ഉദ്ദേശിക്കുന്ന അപ്പുറമായി കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ കേസ് കൊക്കൈൻ്റെ ഷൈൻ ടോം ചാക്കോടെയാണ്. അവിടെ നമുക്ക് ശാസ്ത്രീയമായി പല പരിശോധനകളിൽ ലാപ്സ് മൂലം ഷൈൻ ടോം ചാക്കോ വെറുതെ പോകുന്ന ഒരവസ്ഥ വന്നു. ഇവിടെ ഇപ്പോൾ പറയുന്നു ഷൈൻ ടോം ചാക്കോക്ക് 27-29 വകുപ്പിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സ്റ്റേഷൻ ജാമ്യം അവിടെ സാധ്യമാണ്. പക്ഷേ അതിൽ കോമ ഇട്ടുകൊണ്ടാണ് പോലീസ് ബുദ്ധിപൂർവ്വം ചെയ്തതെങ്കിൽ കേരളത്തിൻ്റെ പോലീസ് ഇച്ഛാശക്തിയുള്ള പോലീസാണ്. അവർ തിരുമിച്ചാൽ ഇതിൻ്റെ അറ്റം വരെ കണ്ട് ചെയിനായി എല്ലാവരെയും വെളിയിൽ കൊണ്ടുവരാൻ പറ്റും. അത് സിനിമാ മേഖലയിൽ മാത്രമല്ല, നമ്മുടെ സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ ഇതിന് വ്യാപനമുണ്ട്. അതിൻ്റെ എല്ലാ ഒറിജിൻ സോഴ്സ് കണ്ടെത്തി അത് കട്ട് ചെയ്ത് ഈ ഷൈൻ ടോം ചാക്കോയുടെ തന്നെ ഫോൺ ഒരെണ്ണമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. 3 ഫോണോളം അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. ആ 3 ഫോണിലും ശാസ്ത്രീയമായ പരിശോധനകളിലൂടെ ഒരക്കൗണ്ടിൽ മാത്രമല്ലായിരിക്കും, 100 കണക്കിന് അക്കൗണ്ടിൽ. കാരണം അദ്ദേഹം ഇത് ഉപയോഗിക്കുന്ന ആളാണ് എന്ന് നമുക്കറിയാം. ഹൈബ്രിഡ് കഞ്ചാവിനേക്കാൾ അപ്പുറം വളരെ മാരകമായിട്ടുള്ള ഡ്രഗ്സുകൾ ഉപയോഗിക്കുന്നവരായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അത് നമുക്ക് സ്വാഭാവികമായും മനസ്സിലായിട്ടുണ്ട്. അതിന് പ്രത്യേകിച്ച് തെളിവൊന്നും വേണ്ട. പക്ഷേ നമ്മുടെ നിയമവ്യവസ്ഥയിൽ തൊണ്ടി മുതൽ വേണം. ഇപ്പോൾ ഷൈൻ ടോം ചാക്കോ എന്തിന് പോലീസിനെ കണ്ടപ്പോൾ ഓടിയെന്നാണ് നമ്മൾ ചോദിക്കുന്നത്? മറയ്ക്കാനുണ്ട്. അവരവിടെ പഴുതുകൾ ഉപയോഗിക്കുകയാണ്. ഞങ്ങൾ പോലീസിനെ കണ്ട് ഓടിയത് അപരിചിതരാണ്, ഗുണ്ടകളുണ്ട്, സിനിമയിൽ ശത്രുക്കളുണ്ട്. അത് വെറുതെ അവർ പറയുന്നതാണ്. പക്ഷേ അതിനകത്ത് തൊണ്ടി മുതൽ മറച്ചു. അത് മറച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഓടിയാൽ, അപ്പോൾ ജയന് ശേഷം മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ സാഹസികനായ ഒരു ആക്ടറാണോ? അല്ലല്ലോ. 2ാം നിലയിൽ നിന്നും 1ാം നിലയിൽ നിന്നും സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടുകയാണ്. അത്രമാത്രം റിസ്ക് എടുത്ത് ചാടണമെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കിയേ, എന്തോ അവിടെ ചീഞ്ഞ് നാറിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും അദ്ദേഹം തൽക്കാലം രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷേ പോലീസ് നിരൂപിച്ചാൽ ഈ 3 ഫോണുകളും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടാൽ, പല കണ്ണികളും കൂട്ടിയിണക്കിയാൽ വലിയൊരു ഒരു റാക്കറ്റ് ഇവിടെ പിടിക്കപ്പെടുമെന്ന കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷെ അതിന് ഇച്ഛാശക്തി വേണം. അതിന് ഇച്ഛാശക്തി പോലീസ് കാണിച്ചാൽ ഇത് ഓൾറെഡി നമുക്കൊരു തുമ്പ് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. സിനിമാ മേഖലയെ മാത്രമായി നമ്മൾ ഇതിനെ ചെറുതാക്കി കാണണ്ട, മറിച്ച് വ്യാപകമായി ഇത് അവസാനിപ്പിക്കുമ്പോൾ ഈ സിനിമാ മേഖലയോടൊപ്പം തന്നെ സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ നന്മയുടെ പ്രകാശം ഇവിടെ ഉണ്ടാകും. നമ്മളിവിടെ ആർക്കും എതിരായി സംസാരിക്കില്ല, ആരെയെങ്കിലും തള്ളിക്കളയാനോ നശിപ്പിക്കാനോ അല്ല സംസാരിക്കുന്നത്. ഒരു പൊതു നന്മയ്ക്കായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മുടെ പൊതു ഇടങ്ങൾ ക്യാൻസർ പോലെ വ്യാപിച്ച ഈ പറഞ്ഞ വ്യാപനം ഇപ്പോൾ നമുക്കറിയാം. കേരളത്തിൽ ഏറ്റവും അധികം ഗവൺമെൻറ് ഉൾപ്പെടെ പ്രതിപക്ഷം ഉൾപ്പെടെ മുഴുവൻ ജനങ്ങളും മുഴുവൻ സന്നദ്ധ സംഘടനകളും സജീവമായി ഇടപെടുന്ന ഒരു വേദിയായി മാറിയിരിക്കുകയാണ്. ഡ്രഗ് ഇല്ലാത്തൊരു കേരളത്തെയാണ് എല്ലാവരും വിഭാവനം ചെയ്യുമ്പോൾ, പൊതുസമൂഹം വളരെ വിജയനായി നിൽക്കുമ്പോൾ, നമുക്ക് ഒരുമിച്ച് ഈ കാര്യത്തിൽ പങ്കാളികളാകുമ്പോൾ ഇതൊരു തുടക്കമായി മാറണം. തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണം. ഈ മേഖലയും ശുദ്ധീകരിക്കപ്പെടുന്ന പോലെ തന്നെ മറ്റ് മേഖലകളും ശുദ്ധീകരിക്കാനുള്ള ഒരു തുടക്കമായി ഇത് എടുക്കണമെന്നുള്ളതാണ്. ഷൈൻ ടോം ചാക്കോയെ ഇവിടെ നമ്മൾ വെറുതെ വിടാൻ പാടില്ല, ഫോളോ അപ്പ് നടത്തണം.
നിരീക്ഷിക്കണം. ഇത് കൃത്യമായി എന്തായാലും നമുക്കറിയാം. ഷൈൻ ടോം ചാക്കോ എന്ന് പറഞ്ഞ ആള് ഇത് ഉപയോഗിക്കുന്ന ആളാണ്. ഇത് മാത്രമല്ല, മലയാള സിനിമയിൽ 3-4 നല്ല ആർട്ടിസ്റ്റുകളുണ്ട്, ചെറുപ്പക്കാർ. ഞാൻ പറഞ്ഞല്ലോ, ഈ അപ്കമിങ് ഈ അടുത്ത നാൾ വന്നിട്ടുള്ളവരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. നല്ല രീതിയിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിന് സംഘടനകൾക്ക് മാത്രമാണ് ഉത്തരവാദിത്വം എന്ന് പറഞ്ഞിട്ട് പൊതുസമൂഹം, ചാനലുകാരും മാധ്യമങ്ങളും കൈ കഴിയിട്ട് കാര്യമില്ല. സംഘടനകൾക്ക് ചില പരിമിതികളുണ്ട്. നിയമം കയ്യിലെടുക്കാൻ സംഘടനകൾക്ക് ആർക്കും ആവില്ല. മറിച്ച് ഇതിനകത്ത് സംഘടനകളാണ് ഇതിനെല്ലാം നടപടിയെടുക്കേണ്ടത്. സംഘടനകൾ അത് ചെയ്യണം ഇത് ചെയ്യണമെന്ന് നിഷ്കർഷിക്കുന്നതുകൊണ്ട് കൈ കഴുകി മാറിയിട്ട് കാര്യമില്ല. സംഘടനകളുടെ പരിമിതികൾ നിയമം കയ്യിലെടുക്കാനുള്ള സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും ഈ ലഹരി ഉപയോഗത്തെ പൂർണ്ണമായി തുടച്ചു നീക്കി പ്രകാശമുള്ള നന്മയുള്ള ഒരു സമൂഹമായി നമ്മളെ മാറ്റി തീർക്കാൻ എല്ലാവരും ഒന്നിച്ചു നിൽക്കണം. ഞാനും താങ്കളോട് യോജിക്കുന്നു. അത് ഏത് മേഖലയിലാണെങ്കിലും, മാധ്യമ മേഖലയിലടക്കം എനിക്ക് തർക്കമൊന്നുമില്ല. പക്ഷേ എത്ര ലൊക്കേഷനിൽ ഈ ലഹരി ഉപയോഗത്തിന്റെ പേരിൽ ഒരു പരാതി നിർമ്മാതാക്കൾ ഈ പോലീസിലോ അല്ലെങ്കിൽ എക്സൈസിലോ നൽകിയിട്ടുണ്ട്? നിങ്ങൾ ഏതെങ്കിലും ഒരു സംഘടന, ഏതെങ്കിലും ഒരു വ്യക്തി ഇന്ന സെറ്റിൽ ഇന്ന ലൊക്കേഷനിൽ ഒരു നടനോ ഒരു നടിയോ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെന്നും അവരുടെ ലഹരി പാർട്ടികളിൽ അവർ അംഗമാണെന്നും അവരതിൻ്റെ ഭാഗമാകുന്നുണ്ട് എന്നും കാണിച്ച് എന്തെങ്കിലും ഒരു പരാതി നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ നാളിതുവരെ? അതിനകത്ത് ഗോപികൃഷ്ണൻ ചോദിച്ച ചോദ്യം ഉത്തരം പറയേണ്ട ചോദ്യം തന്നെയാണ്. പക്ഷേ അതിന് ചില പരിമിതികളുണ്ട്. കാരണം എന്താണ്? ഒരു സിനിമ ഷൂട്ടിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ ആ കുറച്ച് ദിവസം കഴിഞ്ഞ് ഇത്തരം വ്യാപനം ഇവിടെ ഉണ്ട് എന്ന് പ്രൊഡ്യൂസറോ അതിനെ അറിയിക്കാൻ അവർ ചിലപ്പോൾ അവർക്കത് പറ്റില്ല. അവർ നിസ്സഹായരാണ്. കാരണം എന്താണ്? കോടിക്കണക്കിന് രൂപ ഇറക്കി നിൽക്കുന്നവർ ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചോളം സഹിച്ച് മുന്നോട്ട് പോകാൻ മാത്രമേ പറ്റൂ. കാരണം ഇവിടെയുള്ള ഇന്ന ആർട്ടിസ്റ്റ് അല്ലെ ഇന്ന ടെക്നീഷ്യൻ ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്ന് അവർ തന്നെ ഒറ്റുകൊടുത്താൽ ആ പ്രോജക്റ്റ് അവിടെ കൊണ്ട് അവസാനിക്കും. കോടിക്കണക്കിന് രൂപ തൻ്റെ ജീവിത സമ്പാദ്യം മുഴുവൻ ഈ പ്രോജക്റ്റിലേക്ക് മുടക്കിയ പ്രൊഡ്യൂസർ സ്വന്തം ആത്മഹത്യാ കുഴി കുത്തില്ല. തൻ്റെ സാമ്പത്തികവും തൻ്റെ പ്രോജക്റ്റും അതോടെ അവസാനിക്കുന്ന ഒരവസ്ഥയിൽ പലരും നിവൃത്തികേട് കൊണ്ട്, അതാണ് സത്യസന്ധമായി ഞാനീ പറയുന്നത്, പലരും നിവൃത്തികേട് കൊണ്ട് ഇങ്ങനെ ഉപയോഗിക്കപ്പെടുന്ന അവസ്ഥയിൽ സഹിച്ചും ക്ഷമിച്ചും പോകുന്നൊരവസ്ഥയാണ്. വേറെ മാർഗമില്ല. തുടക്കത്തിലാണ് ഷൂട്ടിങ്ങിന് തലേ ദിവസമാണെങ്കിൽ പോലും നമുക്ക് വേണമെങ്കിൽ അത് അവസാനിപ്പിക്കാം. പക്ഷേ ഷൂട്ടിംഗ് തുടരുമ്പോൾ ഓരോ ദിവസം ചെല്ലുമ്പോൾ ലക്ഷങ്ങൾ ഈ പ്രോജക്റ്റിലേക്ക് മുടക്കുന്ന ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചോളം ഇത് നിസ്സഹായനായി പോകും. അത് ഗോപികൃഷ്ണനായാലും ഞാനായാലും മറ്റൊരാളായാലും. കാരണം നമുക്ക് അഭിപ്രായം വെളിയെന്ന് പറയാൻ വളരെ എളുപ്പമാണ്. കൈയടിക്ക് വേണ്ടി എന്ത് അഭിപ്രായം ഇടുന്ന് പറയാം. പക്ഷേ കോടാനുകോടി ഞാൻ പറഞ്ഞല്ലോ മുടക്കുന്ന ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചോളം അയാളുടെ പ്രോജക്റ്റ് അതോടെ അവസാനിക്കുന്നു. അവർക്കെതിരായി മാറുന്നു. അതുകൊണ്ട് നിസ്സഹായ അവസ്ഥയോടെ ഇത് കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ച് മുന്നോട്ട് പോകാൻ ചില നിർമ്മാതാക്കൾ, എല്ലാ സിനിമ നിർമ്മാതാക്കളുമല്ല, എല്ലാ സെറ്റിലും ഇതില്ല. അത് ഞാൻ പറഞ്ഞേക്കാം. ഇപ്പോൾ വ്യാപനം വളരെ കുറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണ്? പൊതുസമൂഹം, പത്രമാധ്യമം, ദൃശ്യമാധ്യമങ്ങൾ വളരെ വിമർശനത്തോടു കൂടി ഈ മേഖലയെ സമീപിക്കുന്നതുകൊണ്ട് തന്നെ, ഈ മേഖല വളരെ വിജിലൻ്റായി വളരെയധികം ഫോക്കസ് ചെയ്യപ്പെടുന്നതുകൊണ്ട് തന്നെ വളരെയധികം ഈ മേഖലയ്ക്ക് ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. അത് നമ്മൾ കാണാതെ പോകരുത്. മറിച്ച് ഇതുപോലെയുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ, ഒറ്റപ്പെട്ടെന്ന് തന്നെ ഞാൻ പറയും, കാരണം ഉണ്ടാവുന്നുണ്ട്. അത് 100% ഇല്ലാതാക്കുന്നൊരവസ്ഥ ഉണ്ടാവണം. പിന്നെ പ്രൊഡ്യൂസർമാർക്ക് ചെയ്യാവുന്നൊരു കാര്യമുണ്ട്. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പരിചിതപ്രജ്ഞരായ പ്രൊഡ്യൂസർമാർ ആരും തന്നെ ഇത്തരം ആൾക്കാരെ വെച്ച് പടം ചെയ്യാറില്ല. കാരണം അവർക്കറിയാം ഇതിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ച്. എന്നാൽ ഫ്രഷായിട്ടുള്ള സീസണൽ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ഗസ്റ്റ് പ്രൊഡ്യൂസേഴ്സ് ആരെങ്കിലും ചാട്ട കയറ്റി അല്ലെങ്കിൽ കൊണ്ടുവന്ന് ഇങ്ങനൊരു പ്രോജക്റ്റിലേക്ക് അവരെ വലിച്ചിഴിച്ച് കൊണ്ടുവന്ന് അവരതിൽ പെട്ട് കഴിയുമ്പോൾ, അവരൊരു പ്രോജക്റ്റുമായി വരുമ്പോൾ ഇങ്ങനൊരു സിനിമ നിങ്ങൾക്ക് നിർമ്മിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറയാൻ ഒരു സംഘടനയ്ക്കും അവകാശമില്ല. കാരണം സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഭരണഘടന എനിക്കും ഗോപികൃഷ്ണനും എല്ലാവർക്കും ഒരേ തുല്യമായി നൽകുന്ന, ഇക്വാളിറ്റി നൽകുന്ന ഒരു ഭരണഘടനയുള്ള രാജ്യത്ത്, എക്കണോമിക് ഫ്രീഡം ഒരുപോലെയുള്ള രാജ്യത്ത് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പാടില്ല, ഇന്നയാളെ വെച്ചെന്ന് പറയാനുള്ള അവകാശം ഒരു സംഘടനയ്ക്കും ഇല്ലാത്തൊരവസ്ഥയിൽ ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്താണ് വേണ്ടത്? ബോധവൽക്കരണമാണ്. ഇത്തരം ആൾക്കാരെ വെച്ച് ആരൊക്കെയാണ് ഇത്തരം പ്രശ്നക്കാർ, അത്തരം ആൾക്കാരെ വെച്ച് പ്രോജക്റ്റുകളായി മുന്നോട്ട് പോകാതിരിക്കാനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത്. എങ്കിൽ മാത്രമേ ഇതിന് ശാശ്വത പരിഹാരമാകൂ. ശ്രീ സജി നന്ദിയാട്ട്, ഇപ്പൊ കയ്യടിക്ക് വേണ്ടി അഭിപ്രായം പറയേണ്ടുന്ന ഒരു വേദിയെ അല്ല ഒരു ടെലിവിഷൻ
ഇതുപോലെ ഒരു ടെലിവിഷൻ ചർച്ച നമുക്കറിയാം. കാരണം വളരെ അതിരൂക്ഷമായ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, സിനിമാ മേഖലയിലാണെങ്കിലും ഏത് മേഖലയിലാണെങ്കിലും അതിൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടി ഇടപെടാനുള്ള ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. എനിക്കുമുണ്ട്, താങ്കൾക്കുണ്ട്, താങ്കൾ പ്രദാനം ചെയ്യുന്ന സംഘടനയ്ക്കുണ്ട്. പക്ഷേ ഒരു കാര്യത്തിൽ ഞാൻ താങ്കളെ അഭിനന്ദിക്കുന്നു. താങ്കൾ ആത്മാർത്ഥമായി ഒരു കാര്യം സത്യസന്ധമായി താങ്കൾ പറഞ്ഞു. അത് നിസ്സഹായരായി നോക്കി നിൽക്കാനേ നിർമ്മാതാക്കൾക്ക് ചില സന്ദർഭത്തിൽ കഴിയുള്ളൂ. കാരണം കോടികൾ മുടക്കിയുള്ള ഒരു കച്ചവടത്തിൽ, ഒരു വ്യവസായത്തിൽ ഇറങ്ങുമ്പോൾ അതിൽ നഷ്ടം തട്ടാതെ നോക്കാൻ അവർ പരമാവധി വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകും. അത് വളരെ സത്യസന്ധമായ ഒരു അഭിപ്രായ പ്രകടനമായി തന്നെ ഞാൻ എടുക്കുന്നു. ശ്രീ ബൈജു കൊട്ടാരക്കര, സൂത്രവാക്യം സിനിമയിൽ ഈ ഷൈൻ ടോം ചാക്കോയുടെ പെരുമാറ്റ രീതികളെ കുറിച്ച് പരാതിപ്പെട്ട വിൻസി അലോഷ്യസ്, ആ കേസിനെ സംബന്ധിച്ച് ഇന്ന് ഷൈൻ ടോം ചാക്കോ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് വിൻസി ബോധപൂർവം ഒരു ഗൂഢാലോചന നടത്തുകയാണ് തനിക്കെതിരെ, കളവ് പറഞ്ഞതാണെന്നാണ്. അതിന് തൊട്ടു പിന്നാലെ സൂത്രവാക്യം സിനിമയിലെ അണിയറ പ്രവർത്തകർ, അതായത് സംവിധായകൻ യുജീനും നിർമ്മാതാവ് ശ്രീകാന്തും വന്ന് പറയുന്നത് കൃത്യസമയത്ത് ഷൂട്ടെല്ലാം പൂർത്തിയാക്കിയ ഷൈൻ ടോം ചാക്കോയെ കുറിച്ചാണ്. 26 ദിവസമായിരുന്നു ഷെഡ്യൂളെങ്കിൽ 40 ദിവസത്തെ പടത്തിൽ 2 ദിവസം എക്സ്ട്രാ അഭിനയിക്കുകയും ലഹരിയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലൊരു കുഴപ്പം അയാൾ ഉണ്ടാക്കിയതായി അറിയില്ല എന്നുമാണ് യുജീൻ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, വിൻസി അലോഷ്യസ് ഒരു പരാതി സിനിമാ ലൊക്കേഷനിൽ ICCക്ക് നൽകിയിട്ടില്ല എന്നാണ്. ഷൈൻ ടോം ചാക്കോയെ വെള്ള പൂശാൻ വേണ്ടി നിർമ്മാതാവും സംവിധായകനും കൂടി ഇറങ്ങി കളിക്കുന്നതാണ് എന്ന് താങ്കൾ സംശയിക്കുന്നുണ്ടോ? ഷൈൻ ടോം ചാക്കോയുടെ കേസ് എവിടെയെങ്കിലും എത്തുമോ, അതോ തേച്ച് മായ്ച്ച് കളയുമോ? സംശയിക്കുകയല്ല ഗോപീഷൻ, അതുതന്നെയാണ് സത്യം. കാരണം ആ സിനിമ ഏകദേശം തീരാറായി. ഇനി ചിലപ്പോൾ 1-2 ദിവസം കൂടെ ഷൂട്ടിംഗ് ചിലപ്പോൾ ഉണ്ടാവും എന്ന് പറയുന്നത് കേട്ടു. അല്ലെങ്കിൽ അതിൻ്റെ ബാക്കി വർക്കുകൾ കിടക്കുന്നു. അപ്പോൾ ഇയാളെ അവർക്ക് ആവശ്യമുണ്ട്. ഇയാളില്ലാതെ സിനിമ പുറത്തിറങ്ങാൻ പറ്റില്ല. ഇയാൾ എന്തെങ്കിലും അറസ്റ്റിലാവുകയോ മറ്റോ ചെയ്താൽ ആ സിനിമയുടെ ഭാവി ചിലപ്പോൾ അനിശ്ചിതത്വത്തിലാവും. ഇതുകൊണ്ട് ഇത് തുറന്നു പറഞ്ഞ വിൻസി അലോഷ്യസ് ആണ് ഇപ്പോൾ കുരിശ് കയറിയിരിക്കുന്നത്. ഇന്നലെയാണോ 2 ദിവസം മുമ്പാണോ ഇതേ ചർച്ചയിൽ സജി നന്ദിയാട്ട് പറഞ്ഞത് എന്താണ്? വിൻസി അലോഷ്യസിനെ സംരക്ഷിക്കും. ആര് സംരക്ഷിക്കും? എവിടെ സംരക്ഷിക്കും? എങ്ങനെ സംരക്ഷിക്കും? ഏത് സംഘടനയ്ക്ക് സംരക്ഷിക്കാൻ പറ്റും? അതായത് ഇനി നോക്കണം, ഈ വിൻസി അലോഷ്യസ് എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് ഇനി അടുത്ത കാലത്തൊന്നും സിനിമ കിട്ടാൻ യാതൊരു സാധ്യതയുമില്ല. അത് ഇവരെല്ലാം കൂടി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കോക്കസിലേക്ക് അത് മാറിക്കഴിഞ്ഞു. 1. 2, ഇന്ന് ജാമ്യം കിട്ടി ഇയാൾ പുറത്തിറങ്ങിയ ഉടനെ ഇയാളുടെ അപ്പനും അനിയനും എല്ലാം അവിടെ കാണാൻ വേണ്ടി വന്നപ്പോൾ അപ്പൻ പറഞ്ഞതായിട്ടൊരു വാചകം കേട്ടു. ആൺകുട്ടികളല്ലേ, അവർ ലഹരി ഉപയോഗിക്കും, പെണ്ണ് പിടിക്കും, അതിനാർക്കാണ് ഇത്ര കുഴപ്പമെന്ന്. അനിയൻ പറയുന്നു, എന്താണ്, ഞാനും കിടന്നിട്ടുണ്ട്, എവിടെ ഡി അഡിക്ഷൻ സെൻ്ററിൽ കിടന്നിട്ടുണ്ടോ എന്നൊരു പത്രക്കാരൻ ചോദിച്ചപ്പോൾ ഇയാളുടെ അനിയൻ പറയുകയാണ്, അവിടെയല്ല, ഞാൻ മാനസികാരോഗ്യ കേന്ദ്രത്തിലാണ്, അതായത് തലയ്ക്ക് ഡ്രഗ് അടിച്ച് തലയ്ക്ക് ഓളമായി ആ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ടാക്കി 10 ദിവസം അവിടെ കിടന്നിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ സത്യത്തിൽ നമുക്ക് തോന്നുന്നത് ഏതൊരു സിനിമയിൽ സലീംകുമാർ പറയുന്ന പോലെ മൊത്തം കൂതറകളാണ്. അതാണ് ഇന്ന് നടന്ന സംഭവം. അതാണ് കാരണം ഇത് വീട്ടിൽ അപ്പനാണെങ്കിലും ശരി, അനിയനാണെങ്കിലും ശരി, ആരാണെങ്കിലും ഒരു പയ്യൻ അവൻ വഴിതെറ്റിപ്പോയെങ്കിൽ, അല്ലെങ്കിൽ അവൻ ഇങ്ങനത്തെ ഒരു അബദ്ധം പറ്റിയെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ അവൻ ഡ്രഗ് അഡിക്റ്റ് ആയെങ്കിൽ അവനെ തിരിച്ചു കൊണ്ടുവരുന്നതിന് പകരം അവരവനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് ഒരു അഴകുഴമ്പൻ ന്യായങ്ങളുമായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. അങ്ങനെയുള്ള ഒരുത്തനെയാണ് മലയാള സിനിമ ഇൻഡസ്ട്രി രക്ഷിക്കാൻ നടക്കുന്നത്. ഇപ്പോൾ അമ്മയും അപ്പനും അനിയനും എല്ലാം കൂടി ചേർന്ന് ഇപ്പം രക്ഷിക്കാൻ നടക്കുന്നത് ഇങ്ങനെയുള്ള ഒരാളെയാണ്. ഈ കേസ് മിക്കവാറും നേരത്തെ നമ്മുടെ അഭിഭാഷകനും അതേപോലെ തന്നെ ജോർജ് സാറും ഒക്കെ പറഞ്ഞതുപോലെ ഇത് എവിടെയെങ്കിലും ചെന്നെത്തുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. കാരണം ഇത് തേഞ്ഞു മാഞ്ഞു പോകും. പക്ഷേ ഇതിനകത്തൊരു കാര്യമുള്ളത് ഗോപീഷൻ, ഈ സിനിമ ലൊക്കേഷനുകളിൽ ഇതിൻ്റെ വേര് വളരെ ആഴത്തിലാഴ്ന്നിറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് യാതൊരു സംശയവുമില്ല. ഒരുപാട് സിനിമകളിൽ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഇത്രയും 100 പടങ്ങൾ ഇപ്പോഴും റിലീസിന് ഇരിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് എത്ര സിനിമകൾ, എവരുടെ സിനിമകളുണ്ട്, ആ സിനിമകളുടെ സംവിധായകരാര്, ആ സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആര്, അതിൻ്റെ കൂടെ പ്രവർത്തിച്ച ആളുകൾ ആര്, ചുമ്മാ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ആ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. ഇത് സജീവ് ഉത്തേട്ട് മുമ്പേ പറയുന്നത് കേട്ടോ, 3 ഫോൺ ഇയാൾ ഉപയോഗിച്ചിരുന്നു. ആ 3 ഫോൺ മേടിച്ചത് പരിശോധിച്ചൂടെ പോലീസിന്? ശരിയാണ്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ 8ാം പ്രതി 4 ഫോൺ ഉപയോഗിച്ചിരുന്നു. ഹൈക്കോടതി പല പ്രാവശ്യം പറഞ്ഞിട്ടും അതിനെ എതിർത്ത ഒരാളാണ് ഈ സജീവ് നന്ദിയാട്ട്. അദ്ദേഹമാണ് പറയുന്നത് ഇപ്പോൾ ഈ 3 ഫോണുണ്ട്, ഈ 3 ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം തന്നെ അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം കിട്ടുമെന്ന്. ഇന്നലെ അവിടുന്ന് ഹോട്ടലിൽ നിന്ന് എടുത്ത് ചാടി, സ്വിമ്മിംഗ് പൂളിലേക്ക് എടുത്ത് ചാടി, അവിടുന്ന് ആരുടെയോ ഒരു ബൈക്കിന് കൈ കാണിച്ച് ലിഫ്റ്റ് മേടിച്ച് അവിടുന്ന് പോയി വേറെ വണ്ടി എടുത്ത് നേരെ പൊള്ളാച്ചി പോയിട്ട് തിരിച്ചു വന്ന ഷൈൻ ടോം ചാക്കോയാണ് പറയുന്നത്. ഈ പറയുന്ന 3 ഫോണുകളും എടുത്ത് പോലീസിനെ പരിശോധിച്ചൂടെ? പക്ഷേ കേരള പോലീസോ
കേരളത്തിലെ ആ ഡിപ്പാർട്ട്മെൻറ്റുകളോ വിചാരിച്ചാൽ നിമിഷങ്ങൾക്കകം ഇതിൻ്റെ വേരുകൾ കണ്ടെത്താനാവും. ഇത് കണ്ടെത്താത്തത് എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഒരുപാട് പേർക്ക് പ്രയോജനമുള്ള കേസാണ്. നമ്മുടെ നാട്ടിൽ എത്രയോ കഞ്ചാവ് കേസുകളും അതേപോലെ തന്നെ ഇപ്പോൾ വിദേശത്തൊക്കെ ആണെങ്കിൽ പല രാജ്യങ്ങളിലും, ഞാൻ പല രാജ്യങ്ങളും സന്ദർശിക്കേണ്ട ഒരാളാണ്. ഇപ്പോൾ കാനഡയിലാണെങ്കിലും അമേരിക്കയിലെ പല സ്റ്റേറ്റുകളിലാണെങ്കിലും ഒക്കെ ഈ കഞ്ചാവ് ഇപ്പം നിയമവിധേയമാക്കിയിട്ടുണ്ട്. അമേരിക്കയിലാണെങ്കിൽ പല സംസ്ഥാനങ്ങളിലും ഇത് കൃഷി ചെയ്യാനുള്ള അനുമതി പോലും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ആസാമിലാണെങ്കിലും പഞ്ചാബിലാണെങ്കിലും ഇവിടെയൊക്കെ മെഡിസിനൽ പർപ്പസിന് വേണ്ടി ഈ കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ട്, അവർ കൃഷി ചെയ്യുന്നുണ്ട്. കേരളത്തിൽ ഇതിൻ്റെ വ്യാപനം വളരെയധികം കൂടുതലായി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ അതുകൊണ്ട് ഈ ആളുകൾ ഇതിൻ്റെ ഈ ഗുണം കിട്ടാൻ അല്ലെങ്കിൽ അതിൻ്റെ ആ പണം കിട്ടാൻ വേണ്ടി വീടിൻ്റെ ടെറസിൽ ഇത് കൃഷി ചെയ്യുന്നു, പറമ്പിൽ കൃഷി ചെയ്യുന്നു, വാടക വീടെടുത്ത് അവിടെ പോലും കൃഷി ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറി. അതിനെക്കുറിച്ചൊന്നും നമ്മൾ ഇനി കരഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അത്രത്തോളം ആഴത്തിൽ ഇതിൻ്റെ വേരുകൾ കേരളത്തിൽ ഇപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞു, പ്രത്യേകിച്ച് യുവതലമുറയുടെ ഇടയിൽ. നേരത്തെ ഈ മൂന്നാറിനടുത്ത് ഞാനത് 1-2 വർഷം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മൂന്നാറിനടുത്ത് ഈ നെടുങ്കണ്ടം എന്ന് പറയുന്ന സ്ഥലം, നെടുങ്കണ്ടവും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലുമൊക്കെ ഈ മലയാള സിനിമയിലെ ചില മാന്യന്മാർ, ഈ പുതുതലമുറയിൽപ്പെട്ട കുറേ മാന്യന്മാരും മാന്യ മഹതികളും ഇവരെല്ലാം കൂടി ആഴ്ചകളിൽ 1-2 ആഴ്ച കൂടുമ്പോൾ 1-2 ദിവസം അവിടെ ഒരു വീട് വാടകയ്ക്ക് എടുക്കും. റോവ് പാർട്ടി എന്നാണ് അതിൻ്റെ പേര്. ഈ റോവ് പാർട്ടിയിൽ 8, 10, 12 പേര് അഴിഞ്ഞാടുക തന്നെയായിരുന്നു പല ദിവസങ്ങളിലും. എത്രയോ മാസങ്ങൾ, എത്രയോ ദിവസങ്ങളിൽ ഈ വീടുകൾ വാടകയ്ക്കെടുക്കുന്നു, അവിടെ പോയി ലഹരി ഉപയോഗിക്കുന്നു. ഈ ലഹരി അത് വെറും ഈ കഞ്ചാവൊന്നും അല്ല കേട്ടോ, അത് കഞ്ചാവൊക്കെ ഔട്ട്ഡേറ്റഡ് ആയി പോയെന്നാണ് പറയുന്നത്. നമ്മൾ ഈ കഞ്ചാവെന്ന് പറഞ്ഞ് കഞ്ചാവിനെ അധിക്ഷേപിക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. ഇവരൊക്കെ ഈ MDMAയുടെയും സ്റ്റാമ്പിൻ്റെയും അതേപോലെ തന്നെ ഹഷീഷിൻ്റെയൊക്കെ പുറകിലാണിപ്പോൾ. അവിടെ ഇതൊക്കെ അടിച്ചിട്ട് അങ്ങനെ കിടന്നിട്ട് അവിടുന്ന് പല സിനിമകളുടെയും ഷൂട്ടിംഗ് ആ സമയത്ത് മുടങ്ങിപ്പോയിട്ടുണ്ട്. ഇതൊക്കെ ആ സമയത്ത് ഞാനിത് തുറന്നു പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ നടക്കുന്നു. ഇത് അന്വേഷിച്ചു പോയ ഒരാളാണ് ഞാൻ. അവിടെ ചെന്നെത്തിയപ്പോഴാണ് അറിയുന്നത് ഇവരവിടുത്തെ തലേദിവസം തന്നെ സ്ഥലം വിട്ടു. അതുപോലെ ഒരു മകരവിളക്കിൻ്റെ 4 വർഷത്തിന് മുമ്പ് ഒരു മകരവിളക്കിൻ്റെ തലേ ദിവസം വാഗമണ്ണിലെ റിസോർട്ടിൽ രഹിന ഫാത്തിമ എന്ന് പറയുന്ന മോഡൽ ഉൾപ്പെടെ 6-7 മോഡലുകളും അതേപോലെ 10-12 സിനിമാക്കാരും അടങ്ങുന്ന 60ഓളം വരുന്ന ആളുകൾ അവിടെ തുണിയും മണിയൊന്നുമില്ലാതെ ഡാൻസ് ചെയ്തു ഒരു റിസോർട്ടിൽ. ഈ ലഹരി പാർട്ടിയായിരുന്നു അവിടെയും. മകരവിളക്കിൻ്റെ ആരും പരിശോധിക്കില്ലല്ലോ. അവസാനം ആരോ വിളിച്ചു പറഞ്ഞ് എക്സൈസുകാർ അവിടെ ചെന്നപ്പോൾ ഒറ്റ സിനിമാക്കാരനെയും കിട്ടിയില്ല, മോഡലുകളെയും കിട്ടിയില്ല, എല്ലാം പോയി. കിട്ടിയതോ അവിടുത്തെ ഹോട്ടലിലെ കുറേ ജീവനക്കാരെയോ ഉടക്കോ ചില ആളുകളെയും മാത്രം അറസ്റ്റ് ചെയ്തു. ആ കേസ് അവിടെ പോയി. എവിടെയാണ് ആ കേസ് പോയത്? ഇല്ല, കോടിക്കണക്കിന് രൂപയുടെ ലഹരി കേരളത്തിൽ തന്നെ എത്രയോ സ്ഥലത്ത് പിടിച്ചതിൻ്റെ തെളിവുകളുണ്ട്. അതേപോലെ ഫോർട്ട് കൊച്ചിയിലെ സൂപ്പർ 8 ഹോട്ടൽ എന്ന് പറഞ്ഞ ഹോട്ടലിനകത്ത് ലഹരി വിൽക്കുന്നു എന്നൊരു തോന്നൽ പറച്ചിലുണ്ടായിരുന്നല്ലോ, എവിടെ പോയി? എറണാകുളത്ത് കാന്താരി ഹോട്ടലിൽ ലഹരി വിൽക്കുന്നു എന്നൊരു അഭ്യൂഹം ഉണ്ടായിരുന്നല്ലോ, പോലീസ് അന്വേഷിച്ചല്ലോ, ബോട്ടിൽ വെച്ച് ലഹരി പിടിച്ചല്ലോ. ഈ കേസുകളൊക്കെ എവിടെ പോയി? ഈ കേസുകളൊന്നും വെളി വരാതിരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ഇതിൻ്റെ ഉറവിടം തേടി പോലീസ് പോകുന്നില്ലേ, അല്ലെ എക്സൈസ് പോകുന്നില്ലേ? അല്ലെങ്കിൽ ഇത് അന്വേഷിക്കാൻ പോലീസും എക്സൈസും പോകുമ്പോൾ അവരെ ഇത് ഒറ്റ കൊടുക്കുന്നത് ആരാണ്? ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെയുള്ള ഏതെങ്കിലും ഒരാളായിരിക്കുമല്ലോ. അതുകൊണ്ട് വളരെ സുശക്തമായ ഒരു തീരുമാനം ഇതിൻ്റെ പിന്നിലില്ലെങ്കിൽ ഇത് ഇനിയും ഇങ്ങനെ തന്നെ പോകാനേ സാധ്യതയുള്ളൂ. പ്രത്യേകിച്ച് സജീന്ദ്രയുടെ നേരത്തെ പറഞ്ഞ കാര്യമൊക്കെ കറക്റ്റാണ്. അതായത് നമ്മുടെ ഈ അഡ്വക്കേറ്റ് അജിത് കുമാർ, ശാസ്ത്രമംഗല അജിത് കുമാർ സാർ കൂടി എനിക്ക് അദ്ദേഹത്തിന് കൂടി ഒരു പോണം, ഞാൻ എന്നിട്ട് താങ്കളിലേക്ക് തിരിച്ചു വരാം. അഡ്വക്കേറ്റ് അജിത് കുമാർ സാർ, ഞാൻ ഈ FIR-ലെ ഒരു ഭാഗം വായിച്ചു നോക്കുകയായിരുന്നു. അതിനകത്ത് ഒരു സംശയം ഞാൻ താങ്കളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. അതിലിങ്ങനെയാണ് പറയുന്നത് സാർ, ഇന്റലിജൻസ് കളക്ഷന്റെ ഭാഗമായി കൊച്ചി സിറ്റി ഡാൻസ് ഓഫ് ടീം 4 SI വിനോജ് എയുടെ നേതൃത്വത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നതിനായി എത്തിയ സമയം ഹോട്ടലിലെ 3-ാം നിലയിലെ 314-ാം നമ്പർ മുറിയിൽ താമസിച്ചിരുന്ന 1ഉം 2ഉം പ്രതികൾ കുറ്റകരമായ ഗൂഢാലോചന നടത്തുകയും മയക്കുമരുന്ന് ഇനത്തിൽപ്പെട്ട ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുകയും തുടർന്ന് 1-ാം പ്രതി പോലീസ് സാന്നിധ്യം മനസ്സിലാക്കി മുറിയുടെ ജനൽ വഴി ചാടി രക്ഷപ്പെട്ടു പോവുകയും ചെയ്ത കാര്യം ആവലാതിക്കാരൻ 19/4/2025 തീയതി 11:15 മണിയോടെ ചോദ്യം ചെയ്തതിൽ തെളിവായ കാര്യം. ഇതാണ് ഈ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടിൽ കണ്ടന്റിലെ ഒരു ഭാഗമായി കിടക്കുന്നത്. ഈ കേസിന്റെ അന്വേഷണത്തിൽ പോലീസ് നേരിടാൻ പോകുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്തൊക്കെയായിരിക്കും അഡ്വക്കേറ്റ് അജിത് കുമാർ സാർ? ഈ പറഞ്ഞിരിക്കുന്ന കാര്യം, ഇപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എങ്ങനെയാണ് പോലീസ് തെളിയിക്കുക? അല്ല, ഈ FIR നിലനിൽക്കുമല്ലോ, ഒരു പ്രശ്നമില്ല. FIR നിലനിൽക്കാത്തതിൻ്റെ കുഴപ്പമില്ല. FIR നിലനിൽക്കുന്ന FIR തന്നെയാണ്. ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ടിൻ്റെ പേരിൽ പോലീസിൻ്റെ ഹോട്ടൽ റെയ്ഡ് ചെയ്തൂടെ? റെയ്ഡ് ചെയ്യാം. അതിന് NDPS ആക്ടിനകത്ത് വകുപ്പുണ്ടല്ലോ,
അതുകൊണ്ട് FIR നിലനിൽക്കും. FIR പ്രകാരം തുടർന്ന് അന്വേഷിച്ച് പോകുമ്പോഴത്തേക്ക് അതിൽ ലിങ്ക് ചെയ്ത് ആൾക്കാർ വരും. നമ്മൾ വിചാരിക്കുന്ന പോലത്തുള്ള ഒരു കോംപ്ലക്സിറ്റിയും ഇതിനകത്ത് വരാൻ പോകുന്നില്ല. കാരണം കോടതികളൊക്കെ ഇപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഇതിപ്പോൾ ഒരുപാട് ഞാൻ ഈ ചർച്ച വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ NDPS കേസിനകത്തൊക്കെ ഓൾമോസ്റ്റ് 98% കൺവിക്ഷൻസ് ഉണ്ട്. പലരും മനസ്സിലാക്കാത്തതുകൊണ്ട് നമ്മളൊക്കെ കോടതി പോകുന്നതുകൊണ്ട് ഞാൻ പറയും, എനിക്ക് അതിനെപ്പറ്റി നേരിട്ട് അറിയാവുന്ന കേസുകൾ വളരെ സെൻട്രൽ എവിഡൻസിൽ തന്നെ കേസുകൾ കൺവിക്ഷൻ ആവുന്നുണ്ട് ഒരുപാട്. അപ്പം തന്നെ ഹൈക്കോടതികളിലെയും അതുപോലെ ജില്ലാ കോടതികളിലെയും കൺവിക്ഷൻ റേറ്റ് വളരെ ഹൈ ആണ്. ചെറിയൊരു പൊസിഷനോ ഒരു ലിങ്കോ പ്രതിക്കെതിരെ തെളിയിക്കപ്പെടുകയാണെങ്കിൽ വളരെ എളുപ്പം കൺവിക്ഷൻ വരും. പക്ഷേ ഇതിനകത്ത് വരുന്ന ഒരു ട്രാജഡി എന്ന് പറയുന്നത്, ഇതിനകത്ത് ഉൾപ്പെടുന്ന പലരും ഇതിനകത്ത് വളരെ ലാസ്റ്റ് ലിങ്കിൽ വരുന്ന പലരും ചില പ്രശ്നങ്ങൾ കൊണ്ട് ഇതൊന്ന് ചാടുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യത്തിൻ്റെ പൈസയുടെ ആവശ്യത്തിന് ഒന്ന് ചാടുന്നവരായിരിക്കും. അതൊക്കെ NDPS കേസിനകത്ത് ഡിഫൻസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് വളരെ ഈസി ആയിട്ടുള്ളൊരു ഡിഫൻസ് അല്ല. ഇറ്റ് ഈസ് നൗ എ വെരി വെരി ടൈറ്റ് കേസ്. ഒരു മർഡർ കേസിനകത്ത് കുറച്ചുകൂടെ വളരെ എളുപ്പം നമുക്കൊരു പ്രതിയെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു NDPS കേസിനകത്ത് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല. ഒരു ബെയിൽ കിട്ടാനോ ആ പ്രതിക്ക് ഒരു എക്വിറ്റിൽ വയ്ക്കാനോ എളുപ്പമുള്ള കാര്യമല്ല അത്. ആ സിറ്റുവേഷനൊക്കെ മാറിപ്പോയി. കാരണം അതിനകത്ത് NDPS ആക്ടിനകത്ത് ഉണ്ടായിരുന്ന ഓരോ ലൂപ്പ് ഹോൾസും സുപ്രീം കോർട്ടും അതുപോലെയുള്ള പല ഹൈക്കോടതികളിലും ഒരുപാട് ഫുൾ ബെഞ്ച് ജഡ്ജ്മെൻറ്റ്സ് വന്ന് അതെല്ലാം അടച്ചടച്ച് പോവുകയാണ്. പഴയ ഫുഡ് അൾട്രേഷൻ കേസിനകത്ത് വന്ന അതുപോലത്തെ സിറ്റുവേഷൻസാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് കോടതികൾ ഇതിനെ കാണുന്നത് വളരെ ഗൗരവത്തോടു കൂടിയാണ്. നമ്മൾ ഓരോ ജഡ്ജ്മെൻറ്റ്സ് എടുത്ത് നോക്കിയാൽ അറിയാം. അതായത് ഓരോ ജഡ്ജസ്, ടു ബി വെരി ഫ്രാങ്ക്, ഞാൻ എനിക്ക് പറയാൻ പാടില്ലാത്തൊരു സബ്ജക്റ്റിനെ പറ്റി പറയുകയല്ല ഞാൻ. എന്നാലും ഞാൻ പറയാം, പല ജഡ്ജ്മെൻറ്റ്സും നമ്മൾ കെയർഫുള്ളായിട്ട് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ലീഗലായിട്ട് നിയമപരമായിട്ട് എങ്ങനെ ഈ പ്രതിയെ കൺവിക്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഒരു റീസണിങ് കൊടുത്തിട്ട് തന്നെയാണ് ജഡ്ജ്മെൻറ്റ്സ് വരുന്നത്. അത് നമ്മൾ നോക്കുമ്പോഴോട്ട് അറിയാം. അതുകൊണ്ട് ഈ FIRനകത്ത് വേറെ കുഴപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെ ആവലാതിപ്പെടേണ്ട ഒരു കാര്യമില്ല. NDPS ലോ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് വെരി സ്ട്രോങ്. പക്ഷേ ഇതിനകത്ത് ഒരുപാട് നിരപരാധികൾ വന്ന് പെടാറുണ്ട്. ദാറ്റ് ഈസ് റൈറ്റ്. അതെനിക്ക് ഒരുപാട് എനിക്ക് പേഴ്സണലായിട്ട് അനുഭവമുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഒരുപാട് പേര് എരിഞ്ഞു പോകാറുണ്ട്. ഒരുപാട് ഫാമിലീസും പ്രോബ്ലത്തിലാവാറുണ്ട്. അത് ശരിയാണ്. അല്ലാതെ ഈ FIR ആസ് ഇറ്റ് ഈസ് നോ പ്രോബ്ലം അറ്റ് ഓൾ. FIRൽ നിൽക്കുന്ന FIR ആണ്. ഇറ്റ് കനോട്ട് ബി പ്രതികളാകുന്ന കേസുകളിൽ അവരെ ഇറക്കാനും സ്വാധീനം ചെലുത്തി തെളിവുകൾ നശിപ്പിക്കാനും ശരിയായ തെളിവുകൾ കോടതിയിൽ എത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്താനുമുള്ള ഇടപെടലുകൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ അതിനൊരു ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഷൈൻ ടോം ചാക്കോ അതിന് ഉൾപ്പെട്ട കൊക്കൈൻ കേസിലെ പ്രതികളെ വെറുതെ വിട്ട സാഹചര്യം. ഇപ്പോൾ അതിന് അപ്പീൽ നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആലോചനയിലുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇതിലൊക്കെ ആത്മാർത്ഥമായ ഒരു സമീപനം ഉണ്ടാകണ്ടേ? പോലീസിന് കൃത്യതയോടുകൂടി ഇതിലെ തെളിവുകൾ ശേഖരിച്ച് കോടതിയിൽ പ്രസന്റ് ചെയ്യാൻ പറ്റേണ്ട പ്രോസിക്യൂഷന് ഇത്തരം പ്രശ്നങ്ങളൊക്കെ നമ്മൾ അഭിമുഖീകരിക്കാറുണ്ടല്ലോ സർ. അങ്ങനെയുള്ള ഒരു പ്രശ്നം അഭിമുഖീകരിക്കുന്നതിനാണ് വ്യക്തിപരമായിട്ട് എൻ്റെ അനുഭവത്തിൽ നിന്നുള്ളത്. അങ്ങനെ നമ്മൾ സ്വാധീനം നടത്തിയൊന്നും ഒരു പ്രതിയൊന്നും രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല. ചുമ്മാ ആൾക്കാർക്ക് പറയാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ നമുക്ക് സ്വാധീനം ചെലുത്തി ഒരു NDPS കേസിൽ നിന്ന് പഴയതുപോലെ ഒന്നും ഒരു പ്രതി ഇറക്കിക്കൊണ്ട് വരാൻ പറ്റത്തില്ല. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ NDPS കേസിനകത്ത് വ്യക്തമായിട്ട് തെളിവുകളോട് അറസ്റ്റ് ചെയ്ത ഒരു പ്രതിയെ ഊരിക്കൊണ്ടുവരാൻ പറ്റത്തില്ല. ആ പോലീസ് ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ ഒന്നും ചെയ്യാനും പറ്റത്തില്ല. കാരണം ഇത് ഒരുപാട് സ്റ്റേജസിൽ ഇതിൻ്റെ സ്ക്രീനിങ് വരുന്നുണ്ട്. ഒരു NDPS കേസിനകത്ത് ഒരു അറസ്റ്റ് നടന്നു കഴിഞ്ഞാൽ അവൻ്റെ സർക്കിൾ ഇൻസ്പെക്ടർ, DYSP, ഈവൻ കമ്മീഷണർ ലെവൽ ഇവരെല്ലാവരുടെ കയ്യിലും ഫയൽ പോകും. ഇവരൊക്കെ നമുക്ക് സ്വാധീനിക്കാൻ പറ്റുമോ? പിന്നെ അല്ലെങ്കിൽ തന്നെ ഇവിടുത്തെ നമ്മുടെ മന്ത്രിമാരൊക്കെ കൂടെ വിളിച്ച് പറയുകയാണോ പോലീസ് സ്റ്റേഷനിൽ ഈ മയക്കുമരുന്ന് കേസിലുള്ള പ്രതികളൊക്കെ വെറുതെ വിട്ടാൽ? അതൊന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ചുമ്മാ നമുക്കിങ്ങനെ പറയാം സ്വാധീനമുണ്ട് മറ്റേതുണ്ട്. ചില കേസുകളൊക്കെ രക്ഷപ്പെടുന്നില്ല എന്ന് ചോദിച്ചാൽ രക്ഷപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ടെക്നിക്കൽ ഡിഫക്റ്റ് വരും. പോലീസിന് എല്ലാ കേസിനകത്ത് എവിഡൻസ് കൊണ്ടുവരാൻ പറ്റത്തില്ല. ഇപ്പോൾ സാധാരണ പോലീസ് ചെയ്യുന്നതന്നെ ഇപ്പോൾ ഇതിനകത്ത് തന്നെ പൊസഷൻ ഇല്ല. പക്ഷേ ഇതിനകത്ത് സാധാരണ പോലീസ് ചെയ്യുന്നത് വെച്ചാൽ അവർ പിടിച്ച രീതിയിലായിരിക്കത്തില്ല പ്രതിയെ കോടതി കൊണ്ടുവരുന്നത്. അവൻ്റെ നിന്ന് കിട്ടുന്ന ക്വാണ്ടിറ്റി വേറെ എവിടെയെങ്കിലും വെച്ച് കിട്ടിയതായിട്ട് ഒരു സ്പോട്ട് അറസ്റ്റ് റെക്കോർഡ് ചെയ്ത് സ്പോട്ട് മഹസറും വന്ന് അതിനകത്തുള്ള എല്ലാ ലീഗൽ കോംപ്ലിക്കേഷൻസും കറക്റ്റായിട്ട് സ്റ്റേജ് ബൈ സ്റ്റേജ് കറക്റ്റ് ചെയ്ത് അവരുടെ സ്റ്റേഷൻ ജാരി കറക്റ്റ് ചെയ്ത് പോലീസ് പെട്രോളിൽ വന്ന് പോലീസ് ജാരി കറക്റ്റ് ചെയ്ത് കറക്റ്റായിട്ട് എഴുതി ഒരു കേസ് എഴുതി കോടതി കൊടുക്കും. ആ കേസ് എങ്ങനെയാണ് ഡിഫെൻഡ് ചെയ്യുക? അതിനകത്ത് സാക്ഷികൾ ഹോസ്റ്റൽ ചെയ്യേണ്ട ആവശ്യം എന്താ? കാരണം ലാബ് റിപ്പോർട്ട് കിടക്കുകയല്ലേ. സാക്ഷികൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിൻ്റെ സീസിംഗ് ഓഫീസർ മാത്രം കോടതി നിന്ന് വഴി കൊടുത്താൽ പോരെ. ഏത് പോലീസ് ഉദ്യോഗസ്ഥനാണ് NDPS കേസിനകത്ത് ഹോസ്റ്റലായെന്ന് കേട്ടിട്ടുള്ളത്? ഒരു കേസിനകത്ത് ഹോസ്റ്റലായിട്ടുള്ള അത്യാവശ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ? ഒരു ഡിഫൻസ് ലോയർ എന്നുള്ള ഞാൻ പറയാം, അത്യാവശ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന അതിനകത്ത് വരുന്ന സീസൺ ഓഫീസറിനകത്ത് വരുന്ന സാക്ഷികളെ ചിലപ്പോൾ സ്വാധീനിച്ച് മാറ്റി പറയാൻ പറ്റും. ഏതെങ്കിലും സീസ് ചെയ്തൊരു പോലീസ് ഓഫീസർ കോടതി വന്നിട്ട് ഞാൻ സീസ് ചെയ്തല്ല എന്ന് പറയാൻ പറ്റും. യു വിൽ ഗോ ഓൺ ബൈ ദ റെക്കോർഡ്. ആ റെക്കോർഡ് കോടതി അക്സെപ്റ്റ് ചെയ്യും. അത് ലോ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. നിയമത്തെപ്പറ്റി നമുക്ക് അറിയാത്തത് കൊണ്ടാണ് ഒരുപാട് മാറിപ്പോയി. കാരണം ഇപ്പം ജാമ്യം എന്ന് പറഞ്ഞാൽ ഒരു സംഗതി NDPS കേസിനകത്ത് ഇല്ല. കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി, ഈവൻ ഇൻ്റർമീഡിയറ്റ് ക്വാണ്ടിറ്റിക്ക് ബെയിൽ കൊടുക്കുന്നില്ല കോടതി. അത് നിങ്ങൾ തന്നെ കോടതികളുടെ റെക്കോർഡ്സ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം.
ചെന്ന് കഴിഞ്ഞാൽ തന്നെ കോടതിയുടെ ആറ്റിറ്റ്യൂഡ് NDPS കേസ് ഒന്ന് കാണുമ്പോൾ തന്നെ കോടതിയുടെ ആറ്റിറ്റ്യൂഡ് മാറുക. എന്ത് കേസാണ് ഇതെന്നുള്ള നിലയിൽ ആദ്യമേ ചോദിക്കുന്ന ഫസ്റ്റ് എത്ര കേസുണ്ടെന്ന് ചോദിക്കുന്ന പ്രോസിക്യൂട്ടർ എടുത്ത്, വേറെ അവൻ്റെ ആൻറ്റിസിഡൻസ് എത്ര, ക്രിമിനൽ ആൻറ്റിസിഡൻസ് എത്ര, ഇതിൻ്റെ ലിസ്റ്റ് കംപ്ലീറ്റ് സബ്മിറ്റ് ചെയ്യാൻ പറയും. ഇങ്ങനെയുള്ള ഒരു സംവിധാനം നിലനിൽക്കുമ്പോഴത്തേക്ക് ഈ പറയുന്ന പോലെ എങ്ങനെ സ്വാധീനം നടത്താൻ പറ്റുന്നത് ഒക്കെ വെറുതെ നമുക്ക് അതിൻ്റെ സിറ്റുവേഷൻസിനെ പറ്റി ഒരു ഇൻഹൗസ് നോളജ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വളരെ എളുപ്പം അങ്ങനെ പറയാം. ഒരു ജനറൽ ടോക്കാണത്. പക്ഷേ അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല. കേരളത്തിൽ തന്നെ ഭയങ്കരമായ കൺവിക്ഷൻ റേറ്റ് ഉണ്ട്. ഓൾമോസ്റ്റ് 98 to 99% കൺവിക്ഷൻ റേറ്റുള്ള സാധനമാണ് ഈ NDPS ആക്ട് എന്ന് പറയുന്നത്. ആക്ട് വളരെ ടൈറ്റാണ്. സാധനം നമ്മുടെ കയ്യിൽ നിന്ന് പൊസിഷൻ ഉണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ക്രെഡിബിൾ എവിഡൻസ് ഒന്ന് കോൺടാക്ട് വന്ന് കണക്ട് ആയിട്ടുണ്ടോ അവനകത്ത് പോകും. ദാറ്റ് ഈസ് എ പൊസിഷൻ. ബെയിലും കിട്ടത്തില്ല, സെൻറ്റൻസ് സസ്പെൻഡ് ചെയ്ത് കിട്ടത്തില്ല. അകത്ത് പോയി കൺവിക്ഷൻ വന്നു കഴിഞ്ഞാൽ ജാമ്യവും കിട്ടത്തില്ല. എന്ത് പാടാ അത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അഡ്വക്കേറ്റ്സിന് വളരെ നന്നായിട്ട് അറിയാം. ഇല്ലാതെ വെളിയിൽ നിന്ന് നമ്മളിങ്ങനെ പറയും അത് അങ്ങനെയാണ്, സ്വാധീനം നടത്തി, ഇങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്തു. ഇറ്റ്സ് നോട്ട് എൻ ഈസി അഫെയർ. ശരി സാർ. ശരി സാർ. ശ്രീ സജി നന്ദിയാട്ട്, ഇവിടെ ബൈജു കൊട്ടാരക്കര പറഞ്ഞ താങ്കൾ കേട്ടല്ലോ. ഇപ്പോൾ പരാതിപ്പെട്ട വിൻസിക്ക് സംഭവിക്കാൻ പോകുന്നത് ഇനി സിനിമയിൽ നിന്ന് അവർക്ക് സിനിമയിൽ അവസരങ്ങൾ നഷ്ടപ്പെടാൻ പോകുന്നു എന്നതാണ്. ഇനി ഷൈൻ ടോം ചാക്കോയുടെ കേസിൽ സംഭവിക്കാൻ പോകുന്നത് ഇതൊക്കെ തേച്ചു മായച്ച് പോകാൻ പോകുന്നു. ഈ സംഘടനയ്ക്കകത്തും ഈ സിനിമാ കൂട്ടായ്മയ്ക്കകത്തുമൊക്കെ ഇതിൻ്റെ വലിയ പ്രചാരകർ, ഇവരെ സംരക്ഷിക്കുന്നവരൊക്കെ തന്നെയുണ്ട്. ഇപ്പോൾ താങ്കൾ പറഞ്ഞല്ലോ, ഗതികേട് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിവൃത്തികേട് കൊണ്ടായിരിക്കാം, കോടികൾ മുടക്കിയിട്ടുള്ള നിർമ്മാതാവിന് റിസ്ക് എടുക്കാൻ പറ്റാത്തത് കൊണ്ടാകാം, ഈ കയ്യടിക്ക് വേണ്ടി അഭിപ്രായം പറയുന്നവർക്ക് മനസ്സിലാകാത്ത മനോവികാരം കൊണ്ടായിരിക്കാം. പക്ഷെ എന്തായാലും ശ്രീ സജി നന്ദിയാട്ട്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ ആ AMMA പോലൊരു സംഘടന, അമ്മ പോലൊരു സംഘടന, നിങ്ങളുടെ നിർമ്മാതാക്കളുടെ സംഘടന, ടെക്നീഷ്യന്മാരുടെ സംഘടന, നിങ്ങൾ തീരുമാനിക്കുകയാണ് ലഹരി, പ്രത്യേകിച്ച് രാസലഹരി ഉപയോഗിക്കുന്ന ആളുകളെ ഈ ലൊക്കേഷന്റെ ഭാഗത്തേക്ക് കൊണ്ടുവരരുത്, അവർക്കെതിരെ നടപടി ഉണ്ടാകണം, അവരെ മാറ്റി നിർത്തണം, അവർക്കെതിരെ ഉണ്ടാകുന്ന പരാതികൾ ഗൗരവത്തിൽ പരിഗണിക്കണമെന്ന് തീരുമാനിച്ചാൽ തീർക്കാവുന്ന ഒരു പ്രശ്നമല്ലേ ഇപ്പോഴും ഇതുള്ളൂ. നേരെ മറിച്ച് വിൻസി എന്ന് പറയുന്നത്, ഞാനൊരു പരാതി 3 സംഘടനകൾക്ക് കൊടുത്തു, ആ പരാതിയിൽ ഞാൻ പറഞ്ഞു ഇതിന് വിവരങ്ങൾ പുറത്തു പോകരുതെന്ന് പറഞ്ഞ് 24 മണിക്കൂറിനകം മാധ്യമങ്ങൾക്ക് വിവരങ്ങൾ ചോർത്തി നൽകുന്ന, വിശ്വാസവഞ്ചന കാണിക്കുന്ന സംഘടനയാണ് എന്ന് ഒരു നടി അവരുടെ സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയുമ്പോൾ പിന്നെ സംഘടനയുടെ ഉത്തരവാദിത്വം എവിടെ? നിങ്ങളുടെ സാമൂഹിക ഉത്തരവാദിത്വം എവിടെ? ഇത് തിരുത്തേണ്ടത് താങ്കളെപ്പോലുള്ള ആളുകളല്ലേ ശ്രീ സജി നന്ദിയാട്ട്? തീർച്ചയായിട്ടും ഗോപികൃഷ്ണൻ്റെ വളരെ വയസ്സായിട്ടുള്ള ഒരു ചോദ്യങ്ങളാണത്. വിൻസി കഴിഞ്ഞ ദിവസം താൻ കൊടുത്ത പരാതി ചോർന്നു എന്ന് പറഞ്ഞത് പ്രത്യേകിച്ചും ഫിലിം ചേംബറിൻ്റെ മോണിറ്ററിംഗ് കമ്മിറ്റിയെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടായിരുന്നു. എന്നാൽ ഇന്നലെ വൈകിട്ടും ഇന്ന് രാവിലെയുമായി വിൻസിക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിൻസി വളരെ ക്ഷമ ചോദിച്ചുകൊണ്ട്, കാരണം വിൻസിക്ക് ഫിലിം ചേംബർ മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് പരാതി കൊടുക്കുന്നതിന് മുമ്പ് വിൻസി പരാതി കൊടുത്തിരുന്നു ഒരു സംഘടനയ്ക്ക്. ആ സംഘടനയ്ക്ക് കൊടുത്തത് തൊട്ട് പുറകെ ഒരു യൂട്യൂബ് ചാനൽ ഇതേക്കുറിച്ച് വിശദമായി, ഞങ്ങളൊക്കെ ഈ പരാതികളൊക്കെ കാണുന്നതിന് മുമ്പുള്ള കാര്യമാണ് പറഞ്ഞത്, ഇത് വന്നിരുന്നു. അതുമെല്ലാം മനസ്സിലാക്കിയ വിൻസി വളരെ സത്യസന്ധമായി എനിക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, വോയിസ് കൊണ്ട് ടെസ്റ്റ് കൊണ്ട് അബദ്ധം പറ്റിയിട്ടുണ്ട്, എനിക്ക് കാര്യങ്ങൾ ഇപ്പോഴാണ് മനസ്സിലായത്, എനിക്ക് കൃത്യമായ കാര്യം മനസ്സിലായി, മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ ഭാഗത്തുനിന്നോ സജി നന്ദിയാട്ടിൻ്റെ ഭാഗത്തുനിന്നോ അല്ല. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം, മാധ്യമങ്ങൾക്ക് തന്നെ അറിയാം, ഇന്ന് വരെ ഒരു കാര്യങ്ങളും, ഒരു ഫയലോ കാര്യങ്ങളോ ഏതെങ്കിലും ഒരു വിൻസി തന്ന ഒരു പരാതിയുടെ ഒരു കോപ്പിയോ ഇന്ന വിവരമാണെന്ന് പോലും ഞാൻ ഒരു മാധ്യമങ്ങളോടും പറഞ്ഞിട്ടില്ല എന്നുള്ളത് എല്ലാ മാധ്യമത്തിലും ഞാൻ ചർച്ചയ്ക്ക് വരുന്ന ആളാണ്. അപ്പോൾ ആ ഭാഗം കാലം തെളിയിച്ചിട്ടുണ്ട്. വിൻസിക്ക് അത് മനസ്സിലായിട്ടുണ്ട്. വിൻസി അത് എന്താ പറയുക തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. അതവിടെ നിന്നു. അടുത്തത്, ഈ ICയിൽ വിൻസി പരാതി പറയുമ്പോൾ ആ IC ചെയ്യേണ്ട ഉത്തരവാദിത്വം IC ചെയ്തിട്ടുണ്ടോ എന്ന കാര്യത്തിൽ നമുക്ക് തർക്കം വരും. അങ്ങനെ IC ഇവിടെ ശിക്ഷണ നടപടി എടുത്തില്ലെങ്കിൽ. കാരണം വിൻസി പരാതി പറയുമ്പോൾ IC എന്ന് പറയുന്നത് ഒരു സംഘടനയ്ക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതല്ല. ഇത് നിയമപരമായി, ഇപ്പം അജിത് കുമാറിനെ പോലെയൊക്കെയുള്ള നിയമപണ്ഡിതർ ഇവിടെ ഇരിക്കുന്ന വേദിയിലാണ് ഞാൻ പറയുന്നത്. പോഷ് ആക്ട് ഉൾപ്പെടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചില ആൾക്കാരുടെ ഒരു ധാരണ ഈ IC എന്ന് പറയുന്നത് ഏതോ ഒരു സംഘടന വെറുതെ എന്തൊക്കെയോ കുറേ നിയമങ്ങൾ ഉണ്ടാക്കി സ്വകാര്യമായി വെച്ചിരിക്കുകയാണെന്നൊരു ധാരണ പലർക്കുമുണ്ട്. അല്ല, ഇത് ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ, വനിതാ കമ്മീഷൻ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഫിലിം ചേംബർ അല്ല ഇതിൻ്റെ ഉത്തരവാദികൾ. ഫിലിം ചേംബറിനെ അതിനെ നേതൃത്വം ഏൽപ്പിച്ചെങ്കിലും 7 സംഘടനകളുടെ 3 പ്രതിനിധികൾ, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, 21 പ്രതിനിധികൾ അടങ്ങുന്ന ഒരു കമ്മിറ്റി, ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി, ആ കമ്മിറ്റി ഇത്
പ്രവർത്തനം കറക്റ്റാണെന്ന് നോക്കുവാനുള്ള ഒരു വാച്ച് ഡോഗിനെ പോലെ പ്രവർത്തിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. മറിച്ച് ICCക്കാണ് സുപ്രീം അതോറിറ്റി. ആ ICC കലക്ടർക്കോ പോലീസ് സ്റ്റേഷനിലോ ഈ പരാതി പറയണം എന്നുള്ളതാണ് നിയമം. അത് മാത്രമല്ല, വിൻസി അവിടെ റിട്ടേർഡായി പരാതി എഴുതി കൊടുക്കാൻ തയ്യാറായിട്ടില്ല. പക്ഷേ വിൻസിക്ക് താല്പര്യമില്ല. കാരണം എന്താണ്? ഒരു നിയമ സംവിധാനത്തേക്ക് പോയി ഇതിലൊരു പ്രശ്നം ഉണ്ടാക്കാൻ, ആരെയാണോ വിൻസി പ്രതിസ്ഥാനത്ത് നിർത്തിയിരിക്കുന്നത്? കാരണം ആ പ്രോജക്റ്റിനോടുള്ള താല്പര്യമാണ്. അപ്പോൾ ഇവിടെ വിൻസി അതിനകത്ത് ഒരു നല്ല രീതിക്ക് നല്ല മനസ്സും നല്ല ഒരു ഇതുമാണ് ആഗ്രഹിച്ചത്. കാരണം തൻ്റെ ഒരു പ്രോജക്റ്റാണത്. ആ പ്രോജക്റ്റ് ഒരിക്കലും മുടങ്ങരുത്. താൻ കാരണം അതിൻ്റെ പ്രൊഡ്യൂസറോ ഡയറക്ടറോ അതിൻ്റെ ക്രൂ എല്ലാം വളരെ മാന്യമായാണ് തന്നോട് ബിഹേവ് ചെയ്തത്. കോടാനുകോടി മുടക്കിയൊരു സിനിമയാണ്, നന്നായി പോകണം എന്ന വിൻസിയുടെ ആ നല്ല മനസ്സിനെ ഞാൻ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അവിടെ ഈ പരാതി കൃത്യമായി കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പം അവരെന്താ ചെയ്തിരിക്കുന്ന ഈ ICC അവർ ഈ പറഞ്ഞ വിൻസി പറഞ്ഞ ആരോപണം ഉന്നയിച്ച വ്യക്തിക്കും എതിരെ നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. അവർ ഹാജരായി വിൻസിയുടെ പരാതി എഴുതി വാങ്ങി അവർക്ക് തക്കതായ ശിക്ഷണ നടപടികൾ സ്വീകരിക്കാൻ ഈ ICCക്ക് അധികാരമുണ്ട്. ആ ICC അത് സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ളത് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ പറ്റും. എടുത്ത് പിടിച്ച് എന്ന് പറഞ്ഞ് വൈകാരികമായി കയ്യടി കിട്ടാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു സാഹചര്യം അല്ല. നമ്മൾ അവധാനതയോടുകൂടി ഇതിനെ കാണണം. എങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനി ആവർത്തിക്കപ്പെടാതിരിക്കൂ. കാരണം 2022 മുതലാണ് IC നിലവിൽ വന്നത്. 2022 മുതൽ എല്ലാ സിനിമകളിലും IC ഉണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും മിനിമം ആയിട്ടുള്ള അവരുടെ ഒരു ആവശ്യമായിരുന്നു ഈ ഇതിലെ വിവരങ്ങൾ പുറത്തു പോകരുതെന്നുള്ളത്. അതുപോലും കാത്തു സൂക്ഷിക്കാൻ കഴിയാത്ത ഒരു സംവിധാനത്തിനകത്താണ് അവർ പ്രവർത്തിക്കുന്നതെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം അവർ പരാതിയൊക്കെ പിൻവലിച്ചിട്ടുണ്ടാവുക. ശ്രീ ബൈജു കൊട്ടാരക്കര, നിശ്ചയിച്ച സമയം പൂർത്തിയായെന്ന് താങ്കൾക്ക് അറിയാമല്ലോ. ഒരു മറുപടി ചുരുങ്ങിയ സമയത്ത്. ഗോപീഷ്, അതായത് ഇവിടെ ഈ ലഹരി ഉപയോഗം ലൊക്കേഷനിൽ നിർത്തണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഞാൻ നേരത്തെ പറയുന്ന പോലെ എപ്പോഴും പറയുന്നു, ആദ്യം തന്നെ ഈ ICC എന്നുള്ള ഈ പരിപാടി ലൊക്കേഷനുകളിൽ നിന്ന് നിർത്തലാക്കണം. ഹൈക്കോടതി പറഞ്ഞിട്ടാണ് ചെയ്തതൊക്കെ ശരിയാണ്. ഈ ICC എന്ന് പറഞ്ഞത് പ്രായോഗികമല്ല. പകരം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ആ സ്ഥലത്തെ SHOയും അതുപോലെ തന്നെ ഗസറ്റ് റാങ്കിൽ കുറയാത്ത ഒരു ഓഫീസർ അടങ്ങുന്ന ഒരു സമിതിയെ വെച്ച് വേണം അത് അന്വേഷിക്കാനും. അവർ വേണം അതിനെതിരെ നടപടിയെടുക്കാൻ പോലീസിൽ അല്ലെങ്കിൽ അതിന് ബന്ധപ്പെട്ട വകുപ്പുകളിലേക്ക് ഇത് കൈമാറാനും കോടതിയിലേക്ക് കൊടുക്കാനും വേണ്ടി തയ്യാറാകേണ്ടത്. അല്ലാതെ ഇതിനൊരു വഴി ഞാൻ കാണുന്നില്ല, ഇതിനകത്ത് ലൊക്കേഷനിൽ കാണുന്നില്ല. ഈ ഷൈൻ ടോം ചാക്കോയുടെ കാര്യത്തിലാണെങ്കിൽ ഈ ഷൈൻ ടോം ചാക്കോയെ ഇപ്പോൾ ഇയാൾ എത്രയൊക്കെ തെളിവില്ല എന്ന് പറഞ്ഞ് പുറത്തു വിട്ടാലും ഇയാളുടെ പിന്നിലുള്ള കണ്ണികളെ കണ്ടെത്തി ഈ കണ്ണികൾ എവിടെയൊക്കെ ഉണ്ട്, സിനിമാ മേഖലയിൽ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളത് വളരെ കാര്യമായി പോലീസും ഈ പറയുന്ന എക്സൈസും ഒന്ന് അന്വേഷിച്ചാൽ അത് കണ്ടെത്താവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതിനുള്ള എവിഡൻസും അവരുടെ കയ്യിലുണ്ട്. അത് വളരെ വ്യക്തമായി കോടതിയിൽ കൊടുത്താൽ തീർച്ചയായും അതിന് ഒരു പരിഹാരം ഉണ്ടാവണം. നേരത്തെ ഇവിടെ വക്കീൽ പറഞ്ഞതിനകത്തോട് എനിക്ക് ചെറിയൊരു വിയോജിപ്പുണ്ട് കേട്ടോ. കാരണം അദ്ദേഹം പറഞ്ഞു നിയമത്തിൻ്റെ വഴിക്ക് എല്ലാം വളരെ കറക്റ്റായി നടക്കുമെന്ന് പറഞ്ഞു. ചില സമയങ്ങളിലൊന്നും അങ്ങനെ നടക്കാറില്ല വക്കീലെ. കാരണം ഞങ്ങളുടെ നാട്ടിൽ പണ്ടൊരു വക്കീലുണ്ടായിരുന്നു, മള്ളൂർ രാമകൃഷ്ണൻ എന്നാണ് പറയുന്നത്. 1000 രൂപയും ഒരു മള്ളൂർ രാമകൃഷ്ണൻ ഉണ്ടെങ്കിൽ ആരെയും വെടിവെച്ച് കൊല്ലാന്നാണ് പറയുന്നത്. അദ്ദേഹം ഉണ്ട വിഴുങ്ങി എന്നാണ് പറയുന്നത് കോടതിയിൽ വെച്ച്. അതിന് കാരണം 2-3 കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ തന്നെ തെളിഞ്ഞു കിടപ്പുണ്ട്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ 3 കോടതികളിൽ നിന്ന് അതിൻ്റെ മെമ്മറി കാർഡ് പുറത്തു പോയി അതിൻ്റെ ഹാഷ് വാല്യൂ മാറിയെന്ന് ഫോറൻസിക് റിപ്പോർട്ട് വന്നിട്ട് പോലും അതൊന്ന് അന്വേഷിക്കാൻ പോലും തയ്യാറായിട്ടില്ല. ഒരു കാര്യം അത്. 2, നമ്മുടെ പഴയ ഒരു മന്ത്രി ഇതേപോലെ തന്നെ ഒരു കഞ്ചാവ് കേസിൽ ഒരു ഷഡ്ഡി മുറിച്ച കഥയുണ്ട്, ഒരു ഷഡ്ഡി കേസ്. അതുപോലും കോടതിയിൽ നിന്നാണ് തൊണ്ടി പോയത്. ഇതും ഈ പറഞ്ഞതുപോലെ കോടതിയിലേക്ക് വരുമ്പോൾ ചില ആൾക്കാരുടെ സ്വാധീനമൊക്കെ ഉപയോഗിച്ച് ജഡ്ജാണ് എല്ലാ കാര്യങ്ങളിലും കസ്റ്റഡിയനായിട്ടിരിക്കുന്നത്. ഇത് ഈ കോടതിയിലെ സ്റ്റാഫിനെ ആയിരിക്കാം. അവരെയൊക്കെ ഒന്ന് സ്വാധീനിച്ച് ചിലപ്പോൾ ഈ പറയുന്ന അശീഷും അങ്ങനെയുള്ള സാധനങ്ങളുമൊക്കെ ചുണ്ണാമ്പും അല്ലെങ്കിൽ മൂക്കിപ്പൊടിയായിട്ടൊക്കെ വരുന്ന കാലം വിദൂരമല്ല. അതുകൊണ്ട് വളരെ വ്യക്തമായി ഇത് പഴുതടച്ച അന്വേഷണവും അടച്ച നീതിന്യായ വ്യവസ്ഥയിലേക്കുള്ള ഒരു ചുവട് വെപ്പുമായിരിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ശരി. ശ്രീ ബൈജു കൊട്ടാരക്കര, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ അതിനകത്തൊരു കാര്യം, ഈ ഷൈൻ ടോം ചാക്കോ പിടിച്ചതുകൊണ്ട് മാത്രം അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ മാത്രമായി ചുരുക്കേണ്ടതല്ല ഈ ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടവും അന്വേഷണവും നടപടികളും ഒക്കെ. അത് എല്ലാ മേഖലകളിലും അതിൻ്റെ നടപടികൾ ഉണ്ടാകണം. സിനിമാ മേഖലയെ മാറ്റി നിർത്താനും കഴിയില്ല. അതുകൊണ്ട് ഇതിൽ കൃത്യമായ ഒരു ഇടപെടൽ, പരിശോധനകളും നടപടികളും പഴുതടച്ചിട്ടുള്ള സമീപനവും ഈ വിഷയത്തിൽ ഉണ്ടാകും എന്ന് കരുതാനേ നമുക്ക് പറ്റൂ. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ പ്രൈം ഇന്നിവിടെ പൂർത്തിയാകുന്നു. മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം.